പക്ഷേ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്ക് ശേഷം പിന്നീട് ഇതുവരെയും അതിൽ ഇടയ്ക്ക് UDFന്റെ ഒരു ഭരണം വന്നപ്പോൾ നമുക്ക് വീണ്ടും വഖഫ് ബോർഡിന്റെ മെമ്പർഷിപ്പ് നിഷേധിച്ചു എങ്കിലും അതിനുശേഷം പിന്നീട് ബഹുമാനപ്പെട്ട സയ്യിദ് ഫضൽ പൂക്കോയ തങ്ങൾ, ചിത്താരി KP ഹംസ ഉസ്താദ്, KMA റഹീം സാഹിബ്, N അലി അബ്ദുള്ള പോലുള്ള ആളുകൾ ഒരു പ്രതിനിധിയെങ്കിലും വഖഫ് ബോർഡിൽ മെമ്പറായി നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷത്തിന്റെ ഇപ്പോൾ കാലാവധി പൂർത്തിയാക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇപ്പോൾ അധികാരത്തിൽ വന്ന ശേഷം നമുക്കുണ്ടായിരുന്ന വഖഫ് ബോർഡ് മെമ്പർ സ്ഥാനം അവർ ഇല്ലാതെയാക്കി എന്ന് മാത്രമല്ല, ഒരു ക്രിമിനൽ സംഘടനയുടെ ഒരു ക്രിമിനൽ സംഘടനയുടെ നായകനാണ് ഞങ്ങളെ പാർട്ടി പ്രസിഡന്റ് എന്ന നിലക്ക് ആ പാർട്ടി പ്രസിഡന്റിന്റെ ഇംഗിതമനുസരിച്ച് വഖഫ് ബോർഡ് തീർത്തും മനുഷ്യരെ കൊല്ലുന്ന ഒരു ക്രിമിനൽ വിഭാഗത്തിന് വേണ്ടി തീരെഴുതി കൊടുത്തതിനാൽ സമാധാനത്തോടുകൂടെ നടന്നു പോരുന്ന പള്ളി മദ്രസകൾ കലാപമായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഇവർ കലാപമുണ്ടാക്കുന്നറിയോ നിങ്ങൾ? നമ്മൾ വേറിട്ട് നിൽക്കുന്ന വിഭാഗമാണ്. എങ്ങനെ വേറിട്ട് നിൽക്കാം? അള്ളാഹുവിന്റെ ദീൻ, ആ ദീനായി തന്നെ ഉറച്ചു നിൽക്കുമ്പോ ആ ദീനിന് എതിരായ ആളുകളൊക്കെ സ്വാഭാവികമായും നമുക്കെതിരായി മാറും. അവർ പല സംഘടനകളുമാണ്. എന്നാൽ ഈ പുതിയ വഖഫ് ബോർഡിന്റെ നിലപാടെന്താ നിങ്ങൾക്കറിയോ? നമ്മൾക്ക് ഭൂരിപക്ഷമുള്ള മഹല്ലുകളിലെല്ലാം, പ്രത്യേകിച്ച് ഖബർസ്ഥാനുള്ള പള്ളികളും, ആ പള്ളികളിൽ ഏതെല്ലാം മയ്യത്തിനെ മറവ് ചെയ്യുന്നുണ്ടോ ആ വിഭാഗത്തിനൊക്കെ വോട്ടാവകാശം കൊടുത്തുകൊണ്ട് നമുക്ക് മാത്രം വോട്ടാവകാശം നൽകാതെ മഹല്ലുകൾ ഏകപക്ഷീയമായി ഈ ക്രിമിനൽ ഗൂഢസംഘത്തിന് തീരെഴുതി കൊടുക്കാൻ റഷീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ വഖഫ് ബോർഡ് അധികാരത്തിൽ വന്ന ശേഷം ഇന്ന് വരെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെയും വഖഫ് മന്ത്രിയെയും മാറി മാറി ചെന്നുകൊണ്ട് വസ്തുതകൾ വെച്ചുകൊണ്ട് നമ്മുടെ സങ്കടം പറഞ്ഞപ്പോ അതിൽ യാതൊരു നിലപാടും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പോലും 1/2 ഡസനോളം പള്ളികൾ ഈ നിലക്ക് മുക്കൂട്ട് മുന്നണിക്ക് വോട്ടാവകാശം നൽകി നമ്മെ മഹല്ലിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വഖഫ് ബോർഡ്. അതുകൊണ്ടാണ് നാളെ രാവിലെ 10 മണിക്ക് കോഴിക്കോട് റീജിയണൽ വഖഫ് ബോർഡിന്റെ മുന്നിൽ, ഓഫീസിന്റെ മുന്നിൽ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ പ്രതിഷേധ പ്രകടനം നടത്തുന്നതും റാലി നടത്തുന്നതും. ഇൻഷാ അല്ലാഹ് കൂടുതൽ സ്ഥാപനങ്ങളിൽ പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ പ്രവർത്തകന്മാർ മലപ്പുറം മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന വഖഫ് റീജിയണൽ ഓഫീസിലേക്ക് ഈ വരുന്ന 28-ാം തീയതി നമ്മൾ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ മാർച്ച്? നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണ്, നമ്മൾ ഈ രാജ്യത്തെ ജനാധിപത്യാവകാശികളാണ്. നമുക്ക് നമ്മുടേതായ അവകാശം വകവെച്ച് കിട്ടണം. നിങ്ങൾ നോക്കൂ, ഒരു മഹല്ലിൽ മലപ്പുറം ജില്ലയിൽ വന്നാൽ നിങ്ങൾക്കത് കൂടുതൽ ബോധ്യപ്പെടും. ഒരു മഹല്ലിൽ അവിടെ മുജാഹിദിന് പള്ളിയുണ്ട്, ജമാഅത്തിന് പള്ളിയുണ്ട്, അതേ സമയത്ത് സുന്നിക്ക് 2 കൂട്ടർക്കും പള്ളിയുണ്ട്. എന്നാൽ ഒരു സംയുക്തമായ സുന്നികൾ നടത്തുന്ന പള്ളികളുണ്ട്. ഇവിടെയെല്ലാം മയ്യത്ത് മറവ് ചെയ്യുന്നത് ഒരേ പള്ളിപ്പറമ്പിലാണ്. അവിടെ മുജാഹിദിന് വേറെ പള്ളി, ജമാഅത്തിന് വേറെ പള്ളി, മയ്യത്ത് മാത്രമേ ഇവിടെ മറവ് ചെയ്യുന്നുള്ളൂ. എന്നാൽ മയ്യത്ത് മറവ് ചെയ്യുന്ന എല്ലാവർക്കും വോട്ടാവകാശം. പുതിയ വഖഫ് ബോർഡിന്റെ നിർദ്ദേശമാണിത്. അതിൽ നമ്മൾ പെടില്ല. നമ്മളല്ലാത്ത എല്ലാവർക്കും വോട്ടാവകാശം കൊടുത്ത് ഈ പള്ളികൾ മൊത്തം ഈ ക്രിമിനൽ ഗൂഢസംഘത്തിൻ്റെതാക്കി മാറ്റാനുള്ള ഗൂഢശ്രമം നടക്കുകയാണ് വഖഫ് ബോർഡിന്റെ കയ്യിൽ. ഇത് ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മനസ്സിലാക്കേണ്ടതില്ലേ? ഞങ്ങൾ പറയുന്നത് ഈ രാജ്യം മതേതര രാജ്യമാണ്. ഇവിടെ എല്ലാ വിഭാഗത്തിനും ആരാധനാലയം പണിയാൻ അവകാശമുണ്ട്. അതുകൊണ്ട് മുജാഹിദുകൾ പള്ളി നിർമ്മിച്ചോട്ടെ, നിയമപരമായ ആ പള്ളി സംരക്ഷിക്കാൻ നമ്മൾ കൂട്ടുനിന്ന് കൊടുക്കണം. അതിൽ പോയി നമ്മൾ നിസ്കരിക്കണ്ട, അവർ ജമാഅത്ത് നമ്മൾ പങ്കെടുക്കണ്ട. അതേ സമയത്ത് അവൻ ഈ രാജ്യത്തെ പൗരനാണ്, അവർക്ക് പണം പിരിച്ച് പള്ളി ഉണ്ടാക്കാൻ അവകാശമുണ്ട്. അവൻ പള്ളി നിർമ്മിച്ചാൽ അത് സംരക്ഷിക്കാൻ നമ്മൾ കൂടെ അവന് സഹായം ചെയ്തു കൊടുക്കണം. എന്തിന്? രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ. ആര് പറഞ്ഞു ഇവിടെ മുജാഹിദിന്റെ ജമാഅത്തിന്റെ അവകാശങ്ങൾ അനിക്കണമെന്ന്? ഓരോ വിഭാഗവും അവരുടെ ആദർശപ്രകാരം നിർമ്മിച്ച പള്ളി സ്ഥാപനം നിലനിർത്തി പോരട്ടെ. ആ അവകാശം നമുക്ക് കൂടി വകവെച്ചു തരണം. ഇതേ നമ്മൾ പറയുന്നുള്ളൂ.
എന്നാൽ അത് അനുവദിക്കയില്ല എന്ന് ഇവർ പറയുന്നു. എന്താണിത് പറയാൻ കാരണം? അവരുടെ ദീനീ വിരുദ്ധ നിലപാട് തന്നെ. ഇതിന്ന് മുതലാണ് തുടങ്ങിയത്, ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിത്ത് പാകിയത് വഹാബികളാണ്. വഹാബികൾ നമ്മുടെ ഭൗതിക മേഖല മൊത്തം കൈയടക്കി. നമുക്കറിയാം ഇതിന്റെ വേദന സഹോദരന്മാരെ. ഇത് ഏറ്റവും വേദന സഹിച്ച രണ്ട് പണ്ഡിതന്മാരാണ് ഇ.കെ. ഹസൻ മുസ്ലിയാരും ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിനെ പോലുള്ള മഹാന്മാർ. അവർ ഇന്നത്തെ മാതിരി വാഹനമില്ലാത്ത കാലഘട്ടം, അവർ പാലക്കാടോ തൃശ്ശൂരോ വേറെ എവിടെയെങ്കിലും വയലു പറഞ്ഞു, മലപ്പുറത്തിന്റെ ഏതെങ്കിലും മഹലിൽ വയലു പറഞ്ഞു, അവർക്ക് ദർസ് നടത്താൻ വേണ്ടി അവരുടെ ദർസ് സ്ഥലത്തേക്ക് എത്താൻ വയലു കഴിഞ്ഞ ശേഷം കിട്ടുന്ന വണ്ടി ഉപയോഗിച്ച്, ഒന്നുകിൽ ലോറിയായിരിക്കും, അല്ലെങ്കിൽ പിക്കപ്പായിരിക്കും, അല്ലെങ്കിൽ മോട്ടോർ ബൈക്കിന്റെ ബാക്കിലിരുന്നു കൊണ്ടായിരിക്കും, ഓട്ടോറിക്ഷയായിരിക്കും, കോഴിക്കോട് പാളയം സ്റ്റാൻഡിലെത്തുന്നു. വേനൽക്കാലത്ത് മിക്ക ദിവസങ്ങളിൽ സുബൈക്ക് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ കോഴിക്കോട് പാളയം സ്റ്റാൻഡിന്റെ നേരെ മുന്നിൽ മഹാനായ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ അവരുടെ പേരിൽ കോഴിക്കോട്ടെ പഴയകാല മുസ്ലിം നിർമ്മിച്ച പള്ളി CH ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് വഹാബി ആ പള്ളി അവരുടേതാക്കി മാറ്റി. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്, അന്നിപ്പോ വയസ്സ് മാക്സിമം 11 ആവുകയുള്ളൂ, അരീക്കോട് ടൗണിൽ ഇ.കെ. ഹസൻ മുസ്ലിയാർ പ്രസംഗിക്കുന്ന എന്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. എന്താ മഹാൻ അവർ പറയുന്നത്? ഞങ്ങളെ അരീക്കോട്ടുകാർ നേന്ത്രവാഴ കൃഷിക്കാരാണ്. ഈ നേന്ത്രവാഴക്കൊലകൾ ബസ്സിന്റെ മുകളിൽ കയറ്റി കോഴിക്കോട് പാളയം സ്റ്റാൻഡിൽ ഇറക്കി കച്ചവടം ചെയ്യും അവരും. അതുകൊണ്ട് അത് മനസ്സിലാക്കി ഇ.കെ. ഹസൻ മുസ്ലിയാർ പറയുന്നു, മുത്തുമോമിനീങ്ങളെ, വെള്ളിയാഴ്ച കോഴിക്കോട്ടേക്കുള്ള യാത്ര നിർത്തിവെക്കണം. എന്തുകൊണ്ട്? ജുമുഅ നഷ്ടപ്പെട്ടു പോകും. കോഴിക്കോട് പാളയം സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള മൊഹീദ്ദീൻ പള്ളി അത് മൊയ്തീൻ പള്ളിയായിരിക്കുന്നു. അവിടുത്തെ പ്രസംഗം, അവിടുത്തെ ഖുത്ബ പ്രസംഗമായിരിക്കുന്നു, അവിടുത്തെ ജുമുഅ മീറ്റിംഗ് ആയിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ടങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വെള്ളിയാഴ്ച കോഴിക്കോട്ടേക്കുള്ള യാത്ര നിർത്തിവെക്കണം. അതേ നമുക്കൊന്ന് പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം സ്റ്റേഡിയം ഗ്രൗണ്ട്, കോഴിക്കോട് സ്റ്റേഡിയം ഗ്രൗണ്ട്, അതിനോട് ചേർന്നുള്ള പട്ടാളപ്പള്ളി, മഹാനായ വലിയുള്ളാഹി ടിപ്പു സുൽത്താൻ അക്കാലഘട്ടത്തിലെ തന്റെ മുസ്ലിം പട്ടാളക്കാർക്ക് നിസ്കരിക്കാൻ വേണ്ടി നിർമ്മിച്ച പള്ളിയാണ് പട്ടാളപ്പള്ളി. അതും പിന്നീട് വഹാബിവൽക്കരണം പൂർത്തിയാക്കി. തൊട്ടപ്പുറത്തെ സാദിലി പള്ളി വഹാബി തൊട്ടുകൊണ്ടുപോയി. അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ജനസാന്ദ്രതയുള്ള മേഖലയിലെ മൊത്തം പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു. മലപ്പുറത്തേക്ക് വന്നാൽ പുളിക്കൽ മുതൽ എണ്ണിക്കോളൂ. പുളിക്കലിൽ പാരമ്പര്യ വിശ്വാസികൾ പള്ളി നഷ്ടപ്പെട്ടു. എടവണ്ണയിൽ പാരമ്പര്യ വിശ്വാസികൾ പള്ളി നഷ്ടപ്പെട്ടു. വദായിൽ സുന്നികൾക്ക് പള്ളി നഷ്ടപ്പെട്ടു. മഞ്ചേരിയിൽ കച്ചേരിപ്പടിയിലെ പള്ളി നഷ്ടപ്പെട്ടു. മലപ്പുറത്തെ കുന്നിന്റെ മുകളിൽ പെരിന്തൽമണ്ണ റോട്ടിലുണ്ടായിരുന്ന ഏക പള്ളി നഷ്ടപ്പെട്ടു. അങ്ങനെ 100 കണക്കിന് പള്ളികൾ നഷ്ടപ്പെട്ടപ്പോൾ കുനൂത്തോതി സുബഹി നിസ്കരിച്ചിരുന്ന പാരമ്പര്യമില്ലാതെയായി. അറബിയിൽ ഖുത്ബോദി ജുമുഅ നടത്തിയിരുന്ന ഇവിടുത്തെ നല്ല കാലഘട്ടം അവസാനിച്ചു പോയി. അങ്ങനെ സംസ്കാരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളറിയണം, അന്നും മലപ്പുറം ജില്ലയിലെ രാജാക്കന്മാരായി ഈ തങ്ങന്മാരൊക്കെ ഉണ്ട്. മുത്തുനബിയുടെ പേരക്കുട്ടികളാണെന്ന അവകാശത്തിന്റെ പേരിൽ വോട്ട് പിടുത്തക്കാരായി തങ്ങന്മാരൊന്നുണ്ട്. അവർക്ക് മുത്തുനബിയോട് ഒരു ലേശം ആദരവുണ്ടായിരുന്നെങ്കിൽ മുത്തുനബിയുടെ ആചാരങ്ങൾ നഷ്ടപ്പെട്ടെടുത്ത് ഒരു ബദൽ പള്ളി നിർമ്മിച്ച് ഈ സമുദായത്തെ ഈ തങ്ങന്മാരാരും സഹായിച്ചില്ല. മുഅ്മിനീങ്ങളെ, ചില ആളുകൾ വിലയിരുത്താറുണ്ട്, തങ്ങന്മാരല്ലേ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളല്ലേ, അവരങ്ങനെയൊക്കെ കടന്നു പറയാൻ പറ്റുമോ? സഹോദരന്മാരെ, ഞാൻ ഇന്നും മഗ്രിബ് നിസ്കരിച്ചപ്പോ വഅല ആലി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവർക്കാർക്കും എതിരല്ല, പക്ഷേ വസ്തുതകൾ നമ്മൾ പറയേണ്ടതല്ലേ. ഇവർക്ക് സുന്നത്ത് ജമാഅത്ത് ഇവരെ മജ്ജയിലോ മാംസത്തിലോ ഉണ്ടെങ്കിലും ഇവരൊന്ന് ചൊട്ടിയാൽ മതി സഹോദരന്മാരെ, ഒന്ന് ചൊട്ടിയാൽ മതി. ആയിരക്കണക്കിന് ഉറുപ്പിക, 10,000 ഉറുപ്പിക, ലക്ഷക്കണക്കിന് ഉറുപ്പികയുമായി ഇവരെ മുന്നിൽ ഇവിടെ പണക്കാർ ക്യൂ നിൽക്കുകയില്ലേ? നിങ്ങൾക്കറിയോ ദുബൈയിൽ ചന്ദ്രക ഇറങ്ങുന്ന എങ്ങനെയാണെന്നറിയോ? നിങ്ങള് വ്യവസായവും കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററും അതേപോലെ പ്രസിഡന്റും ഒന്നിച്ചവിടെ വന്നിട്ട് ദുബൈയിൽ കച്ചവടം ചെയ്യുന്ന 300 ആൾക്കാരെ കണ്ടെത്തുകയാണ്. ഒരു ദിവസത്തെ ചെലവ് നിങ്ങൾ അങ്ങനെ പത്രം ഫ്രീ എന്ന് പറഞ്ഞുകൊണ്ട്
അത്രമാത്രം സമ്പന്നന്മാർ ഇവരോട് കൂടെയില്ലേ? മാറി മാറി ഭരിക്കുന്നവരല്ലേ ഇവർക്ക് മുത്തുനബിയോട് ഒരു ചെറിയ സ്നേഹം, ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങളെ ഉപ്പാപ്പയായിരുന്നു എന്ന സ്നേഹമെങ്കിലും ഈ തങ്ങന്മാർക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഇവരെ മൂക്കിന്റെ ചുവട്ടിൽ നൂറുകണക്കിന് പള്ളികൾ നഷ്ടപ്പെട്ടയിടത്ത് എവിടെയെങ്കിലും ഇവർ പള്ളി ഉണ്ടാക്കിയില്ല. അവർ വഹാബിക്ക് പൂർണ്ണമായും അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അതുപോലെ നമ്മുടെ എല്ലാ മേഖലകളിലും തുടച്ചു നീക്കി. വഖഫ് ബോർഡിൽ നിന്നും ഹജ്ജ് കമ്മിറ്റിയിൽ നിന്നും മാത്രമല്ല, ഒരു റവന്യൂ ഓഫീസ്, ഒരു വില്ലേജ് ഓഫീസിൽ പോയി പറയാനുള്ള ആർജവം പോലും നമ്മുടേത് ഇവരും നഷ്ടപ്പെടുത്തി. ആ സമയത്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെ രണ്ടാമതൊരു തിരിച്ചുവരവ് വരുന്നത്. എന്താണ് ആ തിരിച്ചുവരവ്? 1972 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറായി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ സമസ്തയിലേക്ക് വരികയാണ്. 1974 ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ SYSന്റെ സെക്രട്ടറിയായും പ്രസിഡന്റായി KS മുസ്ലിയാരും വരികയാണ്. അന്ന് അവർക്ക് നല്ല ചങ്കൂറ്റമുള്ള നേതൃത്വം നൽകാൻ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ പ്രിൻസിപ്പലായിക്കൊണ്ട് ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാരുമുണ്ട്. ഈ നേതൃത്വത്തിന്റെ കീഴിൽ നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കുന്നതിനെ പറ്റി ഇവർ ആലോചിക്കുകയും ചില തീരുമാനങ്ങളും എടുത്തു. ആ തീരുമാനത്തിൽ പ്രധാനപ്പെട്ട തീരുമാനമാണ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെയും പള്ളി ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഒരുമിച്ച് ഉലമാവും ഉമറാവും ഉണ്ടാക്കാനുള്ള ഒരു വേദി കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. അൽഹംദുലില്ലാ അതിന്റെ പ്രവർത്തനം അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിയപ്പോ ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും, ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാലും, ഏത് പള്ളിക്കൂടങ്ങളിൽ ചെന്നാലും തലപ്പാവിന്റെ മഹത്വം ഉൾക്കൊള്ളുന്ന ഏതാനും കുട്ടികളുണ്ടായി. ഈ നിലക്ക് നിങ്ങൾ നോക്കൂ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി SSF രൂപീകരിച്ചു. 74 KS മുസ്ലിയാർ പ്രസിഡന്റും AP ഉസ്താദ് സെക്രട്ടറിയുമായി SYS നിലവിൽ വന്നപ്പോൾ അവർ ആദ്യമായി മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ ഒരു പര്യടനം നടത്തി. ആ പര്യടനത്തിൽ ഇവിടുത്തെ ദീനീ സ്നേഹികളെ കണ്ടുമുട്ടി, അവരോട് ചെറിയ രൂപത്തിൽ കലശം വാങ്ങി. നമുക്ക് എല്ലാവരും സൗഹൃദവും നിലനിർത്തിക്കൊണ്ട് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. ആ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോ വഹാബി ലോബി അത് ലീഗിനെ തകർക്കാനുള്ള ശ്രമമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് റഷ്യാബ് തങ്ങളെ കൂട്ടുപിടിച്ച് അബൂബക്കർ മുസ്ലിയാരെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് പുറത്താക്കി തിരിച്ചടിച്ചു. ചരിത്രം നിങ്ങൾ വായിക്കണം. അബൂബക്കർ മുസ്ലിയാരെ ശ്രമഫലമായിട്ടാണ് ജാമിയ വരുന്നത്. സമസ്ത കേന്ദ്ര മുശാവറ തീരുമാനിച്ചു, എല്ലാവർക്കും വെല്ലൂരിൽ പോയി തബറുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അത്തരം ഒരു സ്ഥാപനം കേരളത്തിൽ തുടങ്ങണം. അത് തത്വത്തിൽ അംഗീകരിച്ച ശേഷം സ്ഥലം അന്വേഷിക്കാൻ അധികാരപ്പെടുത്തി. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് 500 ഉറുപ്പിക മേടിച്ച് അദ്ദേഹം യാത്ര തുടങ്ങി. അങ്ങനെ പട്ടിക്കാട് ബാപ്പു ഹാജിയെ പരിചയപ്പെട്ടു. അദ്ദേഹം തന്റെ സമ്പത്ത് നേരത്തെ നൂരിഷാ തങ്ങൾക്ക് വിട്ടുകൊടുത്തിരുന്നു. അയാൾ സ്ഥാപനമൊന്നും തുടങ്ങിയിരുന്നില്ല. അതുകൊണ്ട് അയാളെ തിരിച്ചു വിളിച്ച് ആ സ്ഥാപനം മൊത്തം സമസ്തക്ക് ബാപ്പു ഹാജി മുഖേന വാങ്ങിക്കൊടുത്തു. അങ്ങനെയാണ് ജാമിയന്റെ പേര് ഈ നൂരിഷാ തങ്ങളെ പേരായി മാറിയത്. അയാൾ ഈ സ്ഥലം വിട്ടു തരാൻ വേണ്ടി പേര് അദ്ദേഹത്തിൻ്റെതാക്കുക, അദ്ദേഹത്തെ ആജീവനാന്ത വൈസ് പ്രസിഡന്റ് ആക്കുക എന്ന കരാറുണ്ടായത്. അങ്ങനെ സമസ്ത നേരിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് ജാമിയ. അതിന്റെ പ്രിൻസിപ്പാളാണ് അബൂബക്കർ മുസ്ലിയാർ. ബർക്കത്തിന് വേണ്ടി സമസ്ത സയ്യിദന്മാരെ പ്രസിഡന്റാക്കി പോന്നു. എന്നാ സയ്യിദന്മാരെ ബർക്കത്തിന് വേണ്ടി പ്രസിഡന്റാക്കിയിടത്തൊക്കെ അവർക്ക് രാഷ്ട്രീയ താല്പര്യം മികച്ചതുകൊണ്ട്, ഗലബത്ത് അതായതുകൊണ്ട് അവർ സ്ഥാപനവും കൊണ്ടുപോയി നമുക്ക് ബർക്കത്തും തന്നില്ല. അങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടായ ചരിത്രങ്ങളൊക്കെ. സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ട അങ്ങനെയാണ്. അതിന്റെ ഭാഗമായിട്ട് ശിഹാബ് തങ്ങൾ നിങ്ങൾ നോക്കൂ, പൂക്കോയ തങ്ങൾ വഫാത്തായ ശേഷം ശിഹാബ് തങ്ങൾ ജാമിയന്റെ പ്രസിഡന്റായി. അദ്ദേഹത്തിന്റെ കാലം വന്നപ്പോൾ ഈ രാഷ്ട്രീയ ലോബി, വഹാബി ലോബി രാഷ്ട്രീയത്തിലൂടെ എതിരെ സമസ്തക്കെതിരെ തിരിച്ചടി തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് അബൂബക്കർ മുസ്ലിയാരെ പട്ടിക്കാട്ടിൽ നിന്ന് പുറത്താക്കണം. എന്താ കാരണം? യുടെ നേതൃത്വത്തിലുള്ള ഫൈസി കുട്ടികൾ, സനത് കൊടുക്കുന്ന കുട്ടികൾ തെറുക്കുൽ മുവാലാത്ത് പ്രചരിപ്പിക്കുന്നു.
നമ്മുടെ നാട്ടിൽ ഫിത്തന ഉണ്ടാകുന്നു, അതുകൊണ്ട് മലപ്പുറത്ത് കളി വേണ്ട. അങ്ങനെയാണ് പുറത്താക്കാനുള്ള ശ്രമം. ഇത് അറിഞ്ഞ സമസ്ത റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷതന് യോഗം ചേർന്ന് ശിഹാബ് തങ്ങൾക്ക് പട്ടിക്കാട് ജാമിയ നൂരിയക്ക് ലെറ്ററുമായി 3 വലിയ പണ്ഡിതന്മാരെ പറഞ്ഞയച്ചു. ആരാണ് ആ 3 പണ്ഡിതന്മാർ? ഒന്ന് മർഹൂം കൊയ്യോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, 2 ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറ, 3 ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ നവറല്ലാഹു മർക്കദ. ഈ 3 മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പാണക്കാട്ട് അയച്ചു. സമസ്തന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ എഴുതിയ കത്തെന്താണ്? ജാമിയ നൂരിയ സമസ്തന്റെ കോളേജാണ്, അവിടെ പ്രിൻസിപ്പളെ നിയമിക്കേണ്ടത് സമസ്തയാണ്, അതുകൊണ്ട് സമസ്തന്റെ സെക്രട്ടറി അവിടെ നീക്കാൻ പാടില്ല. ആ കത്തിനൊരു കടലാസിന്റെ വില പോലും ശിഹാബ് തങ്ങൾ നൽകിയില്ലെന്ന് മാത്രമല്ല, അന്ന് വിളിച്ചു ചേർത്ത ജാമിയ നൂരിയയുടെ മീറ്റിംഗിൽ ഈ മുശാവറ മെമ്പർമാരെ പങ്കെടുപ്പിച്ചതുമില്ല. ആ കത്ത് അദ്ദേഹത്തെ കൂടുതൽ പ്രകോപിതനാക്കുകയും അന്ന് തന്നെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ ജാമിയയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മൾ നടത്തിയ ഈ നവോത്ഥാന പ്രവർത്തനത്തിനേറ്റ ആദ്യത്തെ തിരിച്ചടിയായിരുന്നു അത്. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പട്ടിക്കാട്ടിൽ നിന്ന് പടിയിറങ്ങിയപ്പോ ആ കൊല്ലം സനദ് കിട്ടേണ്ടതായ ധാരാളം പ്രഗത്ഭരായ മുത്തഅല്ലിമീങ്ങളും അദ്ദേഹത്തോടൊപ്പം പട്ടിക്കാട് വിട്ടു. എവിടെയാണ് ഈ ആലിമീങ്ങളെ കൊണ്ടുപോയി ഇരുത്തുക? അത് വലിയ പ്രശ്നമായി. അന്ന് മർക്കസ് തറക്കല്ലിടുന്നേ ഉള്ളൂ. 78-ലായിരിക്കണം ഇ.കെയെ പുറത്താക്കുന്നത്. ജാമിയ സൈദിയ കല്ലട്ര ആജിക്കാന്റെ വീട്ടിൽ ചെറിയ ദർസ് മാത്രം തുടങ്ങിയിട്ടുള്ളൂ. ഇ.കെയെ പോലുള്ള വലിയൊരു പണ്ഡിതനെ കൊണ്ടുപോയി ഇരുത്താൻ പാകത്തിനായിട്ടില്ല ഈ സ്ഥാപനങ്ങളൊന്നും. അതുകൊണ്ട് തൽക്കാലം ഈ കുട്ടികളെ സനത് മുടങ്ങരുത്, ഇൽമും പഠിപ്പ് മുടങ്ങരുത് നിലക്ക് ഇ.കെ. അവറുകള് ഈ കുട്ടികളെയുമായി കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് ദർസ് ആരംഭിച്ചു. നിങ്ങൾ അറിയണം. പിന്നീട് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ സമസ്തയുടെ ദൈനംദിന കാര്യങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയും അതുപോലെ ആ പൂച്ചക്കാട് ദർസ് കുട്ടികൾക്ക് സനത് കൊടുക്കാൻ പാകത്തിലാക്കിയെടുക്കാൻ പ്രയാസമാണെന്ന് കണ്ടതുകൊണ്ടും ബഹുമാനപ്പെട്ട നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം തെൽസമാത്തിന്റെ ചികിത്സക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വരുമാനം അദ്ദേഹം ദർസിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് നന്ദിയിലെ ദർസ് വലുതാക്കാനും അതിന്റെ പേര് ദാറുസ്സലാം അറബിക് കോളേജാക്കി മാറ്റാനും ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അതിന്റെ പ്രിൻസിപ്പാളാക്കാനും സമസ്തയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം മുന്നോട്ട് നീങ്ങി. ഈ കുട്ടികൾക്ക് സനത് കൊടുക്കാനാണ് അത് തുടങ്ങിയത്. അങ്ങനെ നമ്മൾ പോയി. എന്നാൽ നമ്മൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വലിച്ചില്ല. നമ്മൾ അതിശക്തമായ പ്രയാണം തുടർന്നു. ആ പ്രയാണം തുടരുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ മലപ്പുറം ജില്ലയിൽ എവിടെയും പ്രസംഗിപ്പിക്കരുത് എന്ന് ഇവര് വിലക്ക്. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്കെതിരെ വെറുപ്പുണ്ടാകാൻ മുസ്ലിം ലീഗിന്റെ ഏതാനും സുഹൃത്തുക്കൾ മലപ്പുറത്തിൽ നിന്ന് മാപ്പിളനാട് എന്നൊരു പത്രം ആരംഭിച്ചു. അങ്ങനെ ഇ.കെയെ വല്ലാതെ വേട്ടയാടി. നമ്മുടെ നേതാക്കന്മാർ ഇ.കെയോടൊപ്പം നിന്നുകൊണ്ട് സുന്നത്തി ജമാഅത്തിനെ പുഷ്ടിപ്പെടുത്തി. അങ്ങനെ വരുമ്പോൾ സമസ്തയുടെ 60-ാം വാർഷിക സമ്മേളനം നാം പ്രഖ്യാപിച്ചു 83-ൽ. ആ സമ്മേളനം നടത്താൻ അനുവദിക്കില്ല എന്ന പ്രചരണം വന്നു. നമ്മളത് നടത്തുക തന്നെ ചെയ്തു. അത് ഇവർക്ക് തിരിച്ചടിയായപ്പോ നമ്മളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഈ വഹാബി രാഷ്ട്രീയ ലോബി കണക്കുകൾ കൂട്ടിയതിന്റെ ഭാഗമായി നിർഭാഗ്യം ശംസുലുലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ മറുകണ്ഠത്തിലെത്തിച്ചു അവർ. എങ്ങനെ അത് സാധ്യമായി എന്നതല്ലേ? സാധ്യമായത് നിഷ്പ്രയാസമാണ്. ഈ പട്ടിക്കാട് ജാമിയ നൂരി എന്ന് ഇ.കെയെ പുറത്താക്കിയപ്പോ ഇ.കെക്ക് മാനസിക പിന്തുണ കൊടുത്തത് ഇവിടുത്തെ വിമത ലീഗായിരുന്നു. ബാഫക്കി തങ്ങൾ മക്കയിൽ വെച്ച് മരിച്ചപ്പോ ഉമർ ബാഫക്കി തങ്ങളെ പകരം പ്രസിഡന്റ് ആക്കണമെന്ന് കോഴിക്കോട് ലോബി ആവശ്യപ്പെട്ടപ്പോ അതനുവദിക്കാതെ മലപ്പുറം ലോബി പൂക്കോയ തങ്ങളെ ലീഗിന്റെ പ്രസിഡന്റ് ആക്കിയപ്പോൾ അതിൽ മാനസാന്തരം വന്ന ആളുകളാണ് അഖിലേന്ത്യാ ലീഗ് എന്ന വിമത ലീഗ് ഉണ്ടാക്കിയത്. സ്വാഭാവികമായും സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളുടെ നേതാവായപ്പോൾ ഇ.കെയുമായി വലിയ കണക്ഷനായി. ആ വിമത വിഭാഗം ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുമായി വലിയ ബന്ധം വന്നു. ആ ബന്ധത്തിനെ തുടർന്നാണ് പട്ടിക്കാടെന്ന് പുറത്താക്കിയപ്പോൾ ഇത്തങ്ങളെ നേതൃത്വത്തിൽ നമുക്ക് നന്ദിയിൽ സ്ഥാപനം തുടങ്ങാൻ എളുപ്പമായത്. എന്നാൽ പിന്നീട് ശരീഅത്ത് വിവാദം പറഞ്ഞുകൊണ്ട് ഈ ലീഗ് രണ്ടും ഒന്നായപ്പോ നിങ്ങൾ നോക്കൂ, ഈ ഒന്നായ പഴയകാല ഇ.കെയുടെ കമ്പനികളായ വിമതന്മാര് നിങ്ങൾ ആളെ എഴുതി വെച്ചോളൂ. PM അബൂബക്കർ, സയ്യിദ് ഉമർ ബാഫക്കി, CKP ചെറിയ മമ്മൂക്കി എന്ന മുൻകാല 3 വിമതന്മാരും
ഇബ്രാഹിം സുലൈമാൻ സേട്ടും ഈ 4 പേരും വെള്ളിമാട് കുന്നിൽ ശംസുൽ ഉലമന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് ഈക്കയെ കയ്യേറുകയുണ്ടായി. നമ്മൾ ഷാബാനു കേസിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരമായി രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ലിൽ ശരീഅത്തിന്റെ ഭാഗങ്ങൾ ഇന്നതൊക്കെ കൂട്ടണമെന്ന് രാജീവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈക്കി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഡൽഹിയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ തീരുമാനിച്ച വിവരം പത്രങ്ങളിൽ അച്ചടിച്ചു വന്നത് മറ്റേ വിഭാഗത്തെ പ്രകോപിപ്പിക്കുകയും ഡൽഹിയിലും കൂടെ ഇവർ എത്തി നോക്കാൻ തുടങ്ങിയാൽ നമ്മളെ പിടുത്തം വിടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഡൽഹിയുടെ കുത്തക അവകാശപ്പെട്ടിരുന്ന സുലൈമാൻ സേട്ട് ഈക്കയുടെ പഴയകാല പരിചയക്കാരായ സെയ്ദുംബർ തങ്ങളെയും മമ്മൂക്കയെയും PM അബൂബക്കറിനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഈക്കി അബൂബക്കർ മുസ്ലിയാരെ കളം മാറ്റി. അത് നമുക്ക് രണ്ടാമത്തൊരു തിരിച്ചടിയായി. പക്ഷേ ആ തിരിച്ചടിയിൽ നിങ്ങൾ നോക്കൂ, നമ്മൾ ഈക്കി അബൂബക്കർ മുസ്ലിയാരെ കുറ്റം പറയാതെ, ഈക്കി അബൂബക്കർ മുസ്ലിയാരെ ആക്ഷേപിക്കാതെ, വിഷയങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുന്ന നിലക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ മഹാനായ താജുൽ ഉലമയുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് ചേർന്ന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സാധാരണ മീറ്റിംഗിൽ ആ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ ശംസുൽ ഉലമ ഒരു നിർദ്ദേശം വെച്ചു. എന്താണ് ആ നിർദ്ദേശം? നമ്മുടെ പാഠപുസ്തകത്തിൽ മുജാഹിദ് ജമാഅത്തിന് സലാം പറയാൻ പറയരുത് എന്ന ഭാഗം ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരൽപ്പം പ്രയാസം വന്നതുകൊണ്ട് അത് പാഠത്തുനിന്ന് മാറ്റി നിർത്തണം. ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ സദസ്സ് നിശ്ചലമായി. MA ഉസ്താദ്, AP ഉസ്താദിനെ പോലുള്ളവരൊക്കെ തലതായിറ്റി. ഇതെങ്ങനെ ഇനി പരിഹരിക്കാൻ കഴിയും? ആരാണ് ഈക്കി അബൂബക്കർ മുസ്ലിയാർ നിർദ്ദേശം വെച്ചാൽ അതിന് എതിര് നിൽക്കുക? താജുൽ ഉലമയാണ് അധ്യക്ഷൻ. താജുൽ ഉലമ എതിര് നിൽക്കുമോ? താജുൽ ഉലമക്ക് ഈക്ക വലിയ നേതാവായി കാണുക, ഉസ്താദും കൂടിയല്ലേ. പക്ഷേ സദസ്സിന് മറ്റൊരു അത്ഭുതം, മഹാനായ താജുൽ ഉലമ എഴുന്നേൽക്കുന്നു. സദസ്സ് നിശ്ചലമായ സൈലന്റായ സമയത്ത് ആ സൈലന്റിന് അവസാനം വരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ എഴുന്നേറ്റ് സലാം പറഞ്ഞ് അംദും സലാത്തും ചൊല്ലിയിട്ട് പറഞ്ഞു, ശൈഖുനാ, ഇവിടുന്ന് പഠിപ്പിച്ചു തന്നൊരു ആദർശമുണ്ട്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം. ഞങ്ങളൊക്കെ അതിലാണ്. എന്നാൽ എന്റെ ഖൽബ് ഇത്രയധികം വേദനിച്ച മറ്റൊരു സാഹത്തുണ്ടായിട്ടില്ല ശൈഖുനാ. അങ്ങയുടെ നാവ് കൊണ്ട് പാഠഭാഗം മാറ്റണമെന്ന് കേട്ടപ്പോൾ എന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഒറ്റക്കാണെങ്കിലും ശൈഖുനാ അതിനെ അനുവദിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോ ശംസുൽ ഉലമ തമാശ എന്നോണം പറഞ്ഞു, എന്നാ പിന്നെ ആ പാഠം മാറ്റാനാണ് തങ്ങൾക്ക് വിഷമമെങ്കിൽ ആ പുസ്തകം തന്നെ നമുക്കങ്ങ് മാറ്റിക്കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈക്ക അദ്ദേഹം അതുവരെയും പറഞ്ഞ ആദർശത്തിൽ നിന്ന് താൽക്കാലികമെങ്കിലും ഈ രാഷ്ട്രീയ ലോബിയുടെ അബദ്ധത്തിൽ പെട്ടുപോയോ എന്ന് സംശയിക്കേണ്ട സാഹചര്യം ആ മീറ്റിംഗിൽ വന്നു. എന്നാൽ താജുൽ ഉലമ അതിനെതിർ നിന്നു. അതോടുകൂടെ ഈക്കി അവറുകൾ താജുൽ ഉലമ ഉള്ള പരിപാടിക്ക് ഞാൻ വരില്ല എന്നായി. പ്രവർത്തകന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങളായി. അത് വളർന്നു വലുതായി. അതിന്റെ ഇടക്കാണ് നമ്മൾ എറണാകുളം സമ്മേളനം നിശ്ചയിക്കുന്നത്. ആ സമ്മേളനം നടത്തരുതെന്നായി, അത് നടത്താൻ അതിന് അങ്ങോട്ട് പോകരുതെന്നായി. അതെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ സുന്നത്തി ജമാഅത്ത് എന്ന നിലക്ക് ഈക്കയെ എതിർക്കാതെ തന്നെ വിഷയങ്ങൾ മസ്ലഹത്തിലേക്കാകുമെന്ന നിലക്ക് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഓഫീസിന്റെ മുന്നില് മുസ്ലിം ലീഗിന്റെ സംസ്ഥാനത്തിന്റെ ഓഫീസിന്റെ മുന്നിൽ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജീപ്പ് പാർക്ക് ചെയ്തതായി രാത്രി നമ്മൾ കാണുകയാണ്, നമ്മുടെ പ്രവർത്തകന്മാർ കാണുകയാണ്. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജീപ്പ് എന്തിനാണ് CH സൗധത്തിന്റെ പിറകിൽ അതിന്റെ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരിക്കുന്നത്? നമ്മുടെ പ്രവർത്തകന്മാർ അന്വേഷിച്ചപ്പോൾ നിർഭാഗ്യം മഹാനായ ശംസുൽ ഉലമ ഈക്കി അബൂബക്കർ മുസ്ലിയാർ പാതിരാവിന്റെ ഏതോ ഒരു യാമത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഓഫീസിൽ ആദ്യമായി എത്തിയിരിക്കുന്നു. എന്താണ് അവിടെ നടക്കുന്ന ചർച്ച എന്നറിയാൻ നമുക്ക് താല്പര്യം വന്നു. ദൂതന്മാർ വഴി ആ ചർച്ച നമ്മൾ അറിഞ്ഞു. മറ്റന്നാൾ അവരെന്നാണോ കൂടിയതെങ്കിൽ 2 ദിവസത്തെ ക്യാപ്പ് വെച്ചുകൊണ്ട് അടിയന്തര മുശാവറ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ മുശാവറയുടെ വൈസ് മുശാവറയുടെ സെക്രട്ടറി ഈക്കി അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ കുവൈത്തിലാണ്. സമസ്തയുടെ സീനിയർ മെമ്പറായ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ ദുബൈയിലാണ്. കുവൈത്ത് AP അബൂബക്കർ മുസ്ലിയാർ എന്ന് നമ്മുടെ സുൽത്താനുൽ ഉലമ കുവൈത്തിലും MA ഉസ്താദ് ദുബൈയിലുമാണ്.
മഹാനായ താജുൽ ഉലമ അടക്കമുള്ളവർക്ക് യോഗവിവരം അറിയിക്കാൻ സംവിധാനങ്ങളില്ല. വിളിച്ചാൽ കിട്ടുന്ന പെട്ടെന്ന് കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടുകയും ആ യോഗത്തിൽ വെച്ച് AP അബൂബക്കർ മുസ്ലിയാർ, താജുൽ ഉലമ, ചിറ്റാരി KP ഹംസ മുസ്ലിയാർ, നൂറുൽ ഉലമ MA ഉസ്താദിനെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ സമസ്ത പുറത്താക്കിയെന്നൊരു പ്രസ്താവന കൊടുക്കാൻ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായി. സഹോദരന്മാരെ, എന്താണതിന് ഈക്കയുടെ മുന്നിൽ വെച്ചത്? സമസ്ത ഒരാളെ പുറത്താക്കിയാൽ അവര് പിന്നെ ജീവൻ വെക്കാറില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ KK സദഖത്തുള്ള മുസ്ലിയാർ? അതിന്റെ തെളിവല്ലേ? അദ്ദേഹം സമസ്തന്റെ പ്രസിഡന്റായിട്ട് പോലും സമസ്തീനെ പുറത്താക്കിയതുകൂടെ അദ്ദേഹം ജീവൻ വെച്ചില്ലല്ലോ. അതുകൊണ്ട് AP-യുടെ നേതൃത്വത്തിലുള്ള ഈ കളി അവസാനിപ്പിക്കണമെങ്കിലും ജനങ്ങളെ അതിന് പ്രസ്താവന കൊടുക്കണം, അവർ സമസ്തീനെ പുറത്താക്കി എന്ന്. നിങ്ങളറിയണം സഹോദരന്മാരെ, ഇതറിഞ്ഞ നമ്മൾ ആരോട് കൂടി ആലോചിക്കാനാണ്? അന്ന് ഇന്നത്തെ മാതിരി മൊബൈൽ ഫോൺ പോയിട്ട് ലാൻഡ് ഫോൺ പോലും സൗകര്യത്തിന് എല്ലാവർക്കും ഇല്ലാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകന്മാർ അപ്പമുള്ളവർ അവർ ചെറിയ ബുദ്ധി കൊണ്ട് അവരിൽ തീരുമാനത്തിലെത്തി. മറ്റന്നാൾ എന്ന് പറഞ്ഞ് ആ ദിവസം മുശാവറ ചേർന്ന് സമസ്തന്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ പുറത്താക്കി എന്ന വാർത്ത വന്നാൽ മുസ്ലിം സമുദായത്തിൽ ചേരിത്തിരിവുണ്ടാകും. ആ ചേരിത്തിരിവ് ഇല്ലാതെയാകണമെങ്കിൽ മറ്റന്നാളത്തെ മീറ്റിംഗ് നടക്കരുത്. എന്താണ് ഇതിന്റെ മാർഗം? തൽക്കാലം നമുക്ക് ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്താലോ, ആ വിളിച്ച യോഗം നിർത്തിവെക്കാനുള്ള അവസരം നൽകിയാലോ? അങ്ങനെ ഒരു വക്കീലിനോട് കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ അദ്ദേഹം അതിനെതിരെ ഇഞ്ചക്ഷൻ ഓർഡർ കൊടുക്കുകയും അങ്ങനെ കോടതി ഇഞ്ചക്ഷൻ ഓർഡർ അനുവദിക്കുകയും 15 ദിവസത്തേക്ക് ഈ മുശാവറ നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടു. സമുദായം പിളരരുത് എന്ന നിലക്ക് നമ്മൾ ചെയ്തതാണ്. അങ്ങനെ നിങ്ങൾ നോക്കണം. എന്നിട്ട് എന്താ നമ്മുടെ കോഴിക്കോട്ടെ പ്രവർത്തകന്മാർ മർഹൂം TC മുഹമ്മദ് മുസ്ലിയാർ ആ കോഡിന്റെ നേതൃത്വത്തിൽ ചെയ്തെന്നറിയാമോ നിങ്ങൾ? മുസ്ലിം ലീഗിന്റെ പറഞ്ഞാൽ വെളിവുള്ള, പറഞ്ഞാൽ അനുസരിക്കുന്ന 2 പ്രഗത്ഭരായ നേതാക്കന്മാരെ സമീപിച്ചു. ഒന്ന് കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റും മാലിക് ബിൻ ദീനാർ എഡ്യൂക്കേഷൻ കോംപ്ലക്സിന്റെ ചെയർമാനുമായ മർഹൂം KS അബ്ദുള്ള, യതീംഖാന കൺട്രോൾ ബോർഡിന്റെ ചെയർമാനായ കടരാന്തിരി പരീക്കുട്ടി ഹാജി, അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കേസ് മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് ഹസനാത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളാരും ലീഗുകാർക്ക് പുറത്തു കിട്ടണ്ട എന്നുള്ള അഭിപ്രായക്കാരല്ല, നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെ അവരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിനിപ്പോ കുവൈറ്റിലുള്ള AP ഉസ്താദും ദുബൈയിലുള്ള MA ഉസ്താദും വരാതെ നമ്മൾ എന്ത് ചർച്ച നടത്താനായി? അവരെ നിങ്ങൾ നോക്കൂ, കോഴിക്കോട് വിമാനമില്ലാത്ത കാലഘട്ടത്തിൽ അവരെ ബോംബെയിൽ ഇറക്കി അങ്ങോട്ട് കാർ അയച്ചിട്ട് കോഴിക്കോട്ടേക്ക് അവരെ വരുത്തി. മഹാനായ KS അബ്ദുള്ളയും നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്ന പരീക്കുട്ടി ഹാജിയും ഇവരുമായി ചർച്ച നടത്തിയപ്പോൾ താജുൽ ഉലമയെയും കൂട്ടിക്കൊണ്ടുവന്നു. താജുൽ ഉലമ പറഞ്ഞ നിർദ്ദേശം, മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുമായുള്ള പണക്കം നിങ്ങൾ തീർത്തു തന്നാ മതി. ആ പണക്കം തീർത്തു തന്നാൽ തന്നെ നമ്മളെ അടിയിൽ മസലത്താവും. ഞങ്ങൾ ശംസുൽ ഉലമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ചവിട്ടിത്തേച്ചപ്പോ അദ്ദേഹത്തിന് ഇസ്സത്ത് നൽകാൻ ഒപ്പം കൂടിയവരാ. ഇപ്പൊ ഞങ്ങളെ തമ്മിൽ തെറ്റിച്ച് ദീന് ഫസാദാക്കുക. അതുകൊണ്ട് ശംസുൽ ഉലമയും ഞങ്ങളും തമ്മിലുള്ള പിണക്കം തീർത്തു തന്നാൽ മതി എന്നാണ് KS-ന്റെ മുന്നിൽ വെച്ചത്. ഇത് ഇത്രയും ലളിതമാണെങ്കിൽ തീരാവുന്നതല്ലേ എന്ന നിലക്ക് പരീക്കുട്ടി ഹാജിയും KS അബ്ദുള്ളയും EK അവറുകളെ വെള്ളിമാട് കുന്നിലെ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ നിർദ്ദേശം, നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിനെ പോയി കാണണം. നിങ്ങൾ ആലോചിക്കണം, പാണക്കാട് പോയി കാണണം എന്ന് പോലുമല്ല, കുഞ്ഞാലിക്കുട്ടിയെ പോയി കാണണം. എന്നിട്ടും ഈ 2 മഹാന്മാര് പരീക്കുട്ടി ഹാജിയും KS അബ്ദുള്ളയും താജുൽ ഉലമയെയും AP ഉസ്താദിനെയും നൂറുൽ ഉലമയെയും കോഴിക്കോട് താമസിപ്പിച്ചിട്ട് ഇദ്ദേഹം പാണക്കാട് ചെന്നു. പാണക്കാട് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയും കണ്ടു. ഈ സംഘടനയിൽ ഉണ്ടായ ഇന്നത്തെ അവസ്ഥ പരിഹരിക്കാൻ മേൽനോട്ടം വഹിക്കണം എന്ന് പറഞ്ഞപ്പോ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, അതൊന്നിപ്പോ നമ്മളെ പരിധിപ്പെട്ടല്ല, അത് നിങ്ങളെന്തിനാ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നായി. അങ്ങനെ വീണ്ടും ഒരു ശ്രമം അന്ന് മുടങ്ങിയത്. വീണ്ടും ഇവർ ശ്രമിച്ചു. 3 തവണ വ്യത്യസ്ത ഡേറ്റുകൾ തീരുമാനിച്ച് EK-യുടെയും EK-യുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ശിഹാബ് തങ്ങളെയും വീട്ടിൽ മാറി മാറി കയറി ഇറങ്ങിയപ്പോ അവസാനം KS അബ്ദുള്ളനോട് EK അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്, നിങ്ങൾ എന്റെ അടുത്തേക്ക് ഇതിന് വരേണ്ട, അത് കുഞ്ഞാലിക്കുട്ടി തീരുമാനിച്ചുകൊള്ളും. അവരെ
ാണ് ആ പന്ത് എന്ന് പറഞ്ഞപ്പോ നൂറുൽ ഉലമയെ കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് KS അബ്ദുള്ള പറഞ്ഞു, ഉസ്താദ് ഇനി അള്ളാഹുവിന്റെ തീരുമാനം എന്താ? അങ്ങനെ വരില്ലാതെ ഈ ജാഹിലായ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അദ്ദേഹം കാസർകോട്ടേക്ക് തിരിച്ചുപോയി. 15 ദിവസം പൂർത്തിയായി. അന്ന് മുഷാവറ ചേർന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, മഹാന്മാരായ പണ്ഡിത ോടുകൂടെ പോയപ്പോ നമ്മുടെ പ്രവർത്തകന്മാരെ കൊന്നുകൊണ്ട് അവർ നമ്മെ കൂടുതൽ പ്രകോപിതരാക്കി. ആദ്യത്തെ കൊലപാതകം 1989 മെയ് മാസം 1-ാം തീയതി. അന്ന് റമദാനു ശരീഫ് 26 നാളെ 27 രാവിന്റെ പകലാണ്. ഇന്ന് 20 നോമ്പ് 26 അഥവാ 27 പകലാണ്, രാവാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കണം, ആദ്യമായിട്ട് ഇവർ കൊന്നത് ആരെയാണ്? ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട പുത്രൻ കുഞ്ഞുവിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, വാപ്പയുടെ ഖാദിമാണ്. വാപ്പയ്ക്ക് വേറെ ഖാദിമീങ്ങളില്ല. വാപ്പ നിങ്ങൾ നോക്കൂ, നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ നന്നമ്പറ തെന്നല പഞ്ചായത്തുകളിൽ, തിരൂരങ്ങാടി, ചെമ്മാട് മേഖലകളിൽ AP ഉസ്താദിന്റെ അണികൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇവരെ പ്രകോപിപ്പിക്കാനുള്ള കാരണം എന്താണെന്നറിയോ നിങ്ങള്? താജുൽ ഉലമനെ പുറത്താക്കി എന്ന് പറഞ്ഞ് ഇവര് AP ഉസ്താദിനെ പുറത്താക്കി എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയപ്പോ ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി മാപ്പ മുസ്ലിയാരും കുണ്ടൂർ ഉസ്താദും കൂടിയിട്ട് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ഏകദേശം 5 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന 5000 പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ഒരു ഉലമാ സമ്മേളനം വിളിച്ചു ചേർത്തു. അത് ഈ വിഭാഗത്തെ പ്രകോപിച്ചു. നിങ്ങൾക്കറിയണം, ഇവരൊക്കെ ഈ ഉസ്താദന്മാരൊക്കെ അതിൽ പങ്കെടുത്തവരാണ്. ചെമ്മാട്ട വിശാലമായ വയലിൽ 5000 ആലിമീങ്ങൾക്ക് എല്ലാ നേരം ചോറും ഇറച്ചിയും കൊടുത്തുകൊണ്ട്, ഭക്ഷണം കൊടുത്തുകൊണ്ട് കുണ്ടൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമസ്തയുടെ ജാഗരണ പ്രവർത്തനം മുന്നോട്ട് പോയപ്പോൾ അതിനെ കെടുത്തിക്കളയാൻ വേണ്ടി ഉസ്താദിനെ ഇവരാക്രമിക്കുകയാണ് ചെയ്തത്. ആദ്യം നമ്മൾ പറയാത്തൊരു ചരിത്രം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കുണ്ടൂർ ഉസ്താദ് മിക്ക ദിവസവും കുണ്ടൂർ പള്ളിയിലാണ് രാത്രി കടന്നുറങ്ങുക. കൂട്ടിന് നിൽക്കലും മകൻ കുഞ്ഞാണ് ഗൈഡായിട്ട്, ഖാദിമായിട്ട്, സെക്യൂരിറ്റി ആയിട്ടുണ്ടാവുക. ആ സമയത്ത് പലപ്പോഴും ഉസ്താദിനെ അവർ ശല്യം ചെയ്തു. ആ സമയത്തെല്ലാം കുഞ്ഞുമാണത് തടഞ്ഞിരുന്നത്. ആ ഇടക്ക് കുണ്ടൂർ ഉസ്താദിനെ കൊണ്ട് മുസ്ലിമായ ഒരു തമിഴ്നാട്ടുകാരൻ, ചെറിയൊരു പയ്യൻ, അത് ഉസ്താദിന്റെ ഒരു ഖാദിമായിട്ടുണ്ട്. നമ്മുടെ ഉലമാക്കളെ സമ്മേളനത്തിന്റെ പോസ്റ്ററില്ലേ, ആ പോസ്റ്റർ കുണ്ടൂർ ടൗണിൽ ഈ പയ്യൻ, ഈ അണ്ണൻകുട്ടി, ഈ മുസ്ലിമായ ചെറുപ്പക്കാരനായ കുട്ടി ഒട്ടിച്ചു. അപ്പോൾ അവിടുത്തെ മുസ്ലിം ലീഗുകാര് അത് പരസ്യമായി കീറിക്കളഞ്ഞു. ഇതറിഞ്ഞ കുണ്ടൂർ ഉസ്താദും തിരൂരങ്ങാടി മാപ്പ മുസ്ലിയാരും അവർ അരിമയോടുകൂടെ നോക്കുന്ന ഈ മുസ്ലിമായ അണ്ണൻ പയ്യനോട്, മോൻ നോട്ടീസ് ഒട്ടിക്കാൻ പോകരുത് കേട്ടോ, മോൻ അവരെന്തെങ്കിലും ചെയ്യും, മോൻ ഈ നാട്ടുകാരനല്ല, അവരെന്തെങ്കിലും ചെയ്താൽ ബുദ്ധിമുട്ടാകുമെന്ന കുട്ടിയെ തടഞ്ഞെങ്കിലും ഇവൻ പിറ്റേന്ന് നോമ്പ് 26 പകല് നിങ്ങൾ നോക്കൂ, പരസ്യമായി കുണ്ടൂരങ്ങാടിയിൽ നമ്മളാരെയും നിർദ്ദേശമില്ലാതെ ഉലമാ സമ്മേളനത്തിന്റെ നോട്ടീസ് നിരന്തരം ഒട്ടിച്ചു. അക്കാരണത്താൽ ഈ കുട്ടിയെ അങ്ങാടിയിലിട്ട് നോമ്പ് നൊറ്റ ഈ നവമുസ്ലിമിനെ നിഷ്ഠൂരമായി മർദ്ദിച്ചു. അത് കണ്ടപ്പോ കുഞ്ഞു നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് പോവുകയാണ്. കുണ്ടൂർ ജുമാഅത്ത് പള്ളിയുടെ അങ്ങാടിയുടെയും ആ ട്രെയിനിങ്ങിൽ നിന്ന് വീട്ടിലേക്ക് തിരിയുന്ന സമയത്ത് ഒരു കച്ചവടം നടത്തുന്ന ഒരു കാക്കയുണ്ട്. അയാളോട് ചോദിച്ചു, നിങ്ങളെ കണ്ണു മുന്നിലിട്ട് ആ പാവം പുതുമുസ്ലിമിനെ എന്തിനെ നിങ്ങൾ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഈ കാക്ക നേരത്തെ തന്റെ കടയിൽ കരുതി വെച്ചിരുന്ന വെട്ടുകത്തി എടുത്തുകൊണ്ട് കുഞ്ഞുവിനെ വെട്ടി. സഹോദരന്മാരെ, ആ വെട്ട് തടയാൻ വേണ്ടി കൈ പൊന്തിച്ചപ്പോ ഈ കാക്കയുടെ മകൻ ഓടി വന്ന് മറ്റൊരു കത്തി കൊണ്ട് കുഞ്ഞിന്റെ ലിവർ ലക്ഷ്യമാക്കി കുത്തി. ലിവർ തകർന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അവിടെ കിടന്ന് പിടഞ്ഞു മരിച്ചു. ആ കുഞ്ഞുവിനെ കൊലപ്പെടുത്തിയ കാബാലികരുടെ കേസ്, ഈ കൊന്ന തന്തയില്ലേ, അയാൾ ഈ അടുത്ത കാലത്ത് ക്യാൻസർ പിടിച്ച് ചത്തുപോയി. എന്നാൽ ബാക്കിയുള്ള മൊത്തം പ്രതികളെ ഇന്നും സംരക്ഷിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒത്താശയോടെ ആ രാഷ്ട്രീയ പാർട്ടിയാണെന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ മനസ്സിലാക്കണം.
മുസ്ലിം ലീഗിൽ എന്താ കാര്യം? മുസ്ലിം ലീഗ് ശിഹാബ് തങ്ങൾ അധ്യക്ഷതയിൽ യോഗം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് തീരുമാനം? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാതൊരു പ്രവർത്തനങ്ങളുമായി മുസ്ലിം ലീഗ് പ്രവർത്തകരോ അനുഭാവികളോ സഹകരിക്കരുതെന്ന് അധ്യക്ഷം വഹിച്ച പാണക്കാട്ട് ശിഹാബ് തങ്ങളാണ്. അത് ചന്ദ്രികയുടെ ഫസ്റ്റ് പേജിലാണ് വന്നത്. പാർട്ടി തീരുമാനം അവർ നടപ്പാക്കിയത് കുഞ്ഞു എന്ന ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നുകൊണ്ടാണ്. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ കാബാലികരെ ഇന്നും മുസ്ലിം ലീഗ് സംരക്ഷിക്കുന്നു. രണ്ടാമത്തെ കൊലപാതകം നടന്നത് എവിടെയാണ്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ ഓരോരുത്തരുടെയും സുഹൃത്തായ KTC അബ്ദുൽ ഖാദർ മുസ്ലിയാര്, അമ്പലക്കണ്ടിയിലുള്ള ഒരു ചെറുപ്പക്കാരനായ മദ്രസാധ്യാപകൻ, പിതാവിന് രോഗം കലശലാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോ വാപ്പയ്ക്ക് എന്തെങ്കിലും ആയോ എന്ന ആധിയോടെ മെഴുകുതിരിയുടെ വെട്ടത്തിൽ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഇതാ ഏപ്പിക്കാരൻ പോകുന്നെന്ന് പറഞ്ഞ് വൈബ്ലോക്കാക്കി തള്ളിയിട്ട ശേഷം അമ്പലക്കണ്ടി ടൗണിൽ നാട്ടിയിരുന്ന യൂത്ത് ലീഗിന്റെ പതാക, ആ പതാക നാട്ടിയ കമ്പിക്കാലി, അത് കഴിച്ചെടുത്തുകൊണ്ട് മൂർച്ചയില്ലാത്ത കമ്പി പെടഞ്ഞുകൊണ്ടിരിക്കുന്ന അബ്ദുൽ ഖാദർ മൗലവിയുടെ മൂർധാവിലേക്ക് അവിടുത്തെ മുസ്ലിം ലീഗുകാര് ആഞ്ഞാഞ്ഞ് അടിച്ചു താഴ്ത്തുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ നിലവിളി കേട്ട് അയൽവാസികളായ ഏതാനും അമുസ്ലിം സുഹൃത്തുക്കൾ ഓടി വന്നുകൊണ്ടാണ് ഈ മദ്രസാധ്യാപകനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്ന കാര്യം നിങ്ങൾ അറിയണം. ആ പ്രതികളെ ഇന്നും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ്. മൂന്നാമത് ഇവർ കൊലപാതകം നടത്തിയത് എവിടെയാണ്? നമ്മുടെ പള്ളിയുമായി ചില അവകാശ തർക്കം നടക്കുന്ന കുറ്റിമൂച്ചിയിലാണ്. ഗൂഡല്ലൂരിലേക്ക് പോകും വഴിയാണത്. അവിടെ അബ്ദു എന്നൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്താ നമ്മൾ അറിയണം. റമദാനുൽ ശരീഫിൽ തറാവി കഴിഞ്ഞ് വീട്ടിൽ പോയി കത്തരടക്കിയാല് അത്തായം വരെ പള്ളിയിൽ ഇരുന്ന് ഖുർആൻ ഓതുന്ന പതിവാണ് ആ ചെറുപ്പക്കാരന്. നാട്ടിൽ ചില കശപിശകളൊക്കെ ഉണ്ട് APK എന്ന പേരിൽ. അതൊന്നും കാര്യമാക്കാതെ ഒറ്റയ്ക്കിരുന്ന് പാതിരാവിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതുകയായിരുന്ന ഈ ചെറുപ്പക്കാരനെ പള്ളിയിലിട്ട് വെട്ടി തള്ളിയിട്ട ശേഷം അവിടെ മുഅ്മിനീങ്ങൾ വുളൂ ചെയ്യുന്ന ഹൗദിലേക്ക് ഇദ്ദേഹത്തെ മുക്കിയിട്ട് ആ വെള്ളത്തിൽ മുക്കിത്തായിട്ടിക്കൊണ്ട് ഈ അബ്ദുവിനെ കൊന്നത് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നീട് ഇവർ കൊലപാതകം നടത്തിയത് ആരെയാണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിൽ 15 കൊല്ലം ആനക്കയം പഞ്ചായത്ത് പ്രസിഡന്റായി ഭരണം നടത്തിയ കുട്ടിക്ക എന്ന് പറഞ്ഞ പക്വമതിയായി 50 വയസ്സ് പിന്നിട്ടൊരു വൃദ്ധനെയാണ് ഇവർ കൊന്നത്. ആ വൃദ്ധനെ കൊന്നത് അദ്ദേഹം SSFന്റെ മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടല്ല. മഞ്ചേരി കടങ്ങേത്ത ജുമാഅത്ത് പള്ളിക്ക് മുമ്പ് നേരത്തെ തന്നെ SSFന്റെ ഒരു വാർത്താ ബുള്ളറ്റിനുണ്ട്. സമസ്തയുമായി APയുമായി സഹകരിക്കുന്ന ലീഗ് തീരുമാനം വന്ന ശേഷം ഏതാനും ആളുകൾ ആ വാർത്താ ബുള്ളറ്റിൻ ചവിട്ടി തകർക്കുകയുണ്ടായി. മഹല്ല് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കുട്ടിക്ക് നാട്ടിലെ നീതിമാനെന്ന നിലക്ക് SSFന്റെ പ്രവർത്തകന്മാർ അദ്ദേഹത്തെ കണ്ട് ഈ അവനാദി പറഞ്ഞപ്പോ പിറ്റേ ആഴ്ച അദ്ദേഹം നാട്ടിലുള്ള ജനങ്ങളെ സഭ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമ്മളെ ഈ കുട്ടികളെ ഈ ബോർഡ് പണ്ടേ ഇവിടെ ഉള്ളതല്ലേ, അതവിടെ നിന്ന് കരുതി എന്തിനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, അതവിടെ നിന്നോട്ടെ, നാട്ടിലൊരു സംഘർഷം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ആ ബോർഡ് പുനഃസ്ഥാപിക്കാൻ ഇദ്ദേഹം മാധ്യസ്ഥം വഹിച്ചു എന്ന ഒറ്റ കാരണത്താൽ പിറ്റേ വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ ഉച്ചയ്ക്ക് ഇറച്ചി വാങ്ങാൻ ഉച്ചഭക്ഷണത്തിന് പാകം ചെയ്യാൻ ഇറച്ചി വാങ്ങാൻ വേണ്ടി രാവിലെ വീട്ടുമുറ്റത്തുള്ള ഇറച്ചിക്കടയിൽ പോയി ഇറച്ചിയും തൂക്കിപ്പിടിച്ചു പോരുമ്പോ വീട്ടിലേക്ക് കയറുന്ന പടിപ്പരക്കിൽ വെച്ച് ഏതാനും കാബാലികർ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയുണ്ടായി. ആ കാബാലികരായ കൊലയാളികളെ സംരക്ഷിച്ചതും മുസ്ലിം ലീഗ് മാത്രമാണ്. പിന്നീട് ഇവർ കൊന്നത് 2003 നവംബർ മാസം 20-നാണ് എന്റെ ഓർമ്മ. അത് നിങ്ങളെ നാട്ടിലായതുകൊണ്ട് ഡേറ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം. 2013 നവംബർ മാസം 20-ന് 2013 നവംബർ മാസം 20 മണ്ണാർക്കാട്ട് സുന്നി പ്രവർത്തകര് നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ?
അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഭക്ഷണം കഴിക്കാൻ തളികയ്ക്ക് ചുറ്റും ഇരുന്നിരിക്കുകയാണ്. അവർക്ക് എന്നും ഭക്ഷണം കിട്ടാറില്ല. ഇന്ന് എവിടുന്നോ നല്ല ഭക്ഷണം കിട്ടി സന്തോഷത്തോടെ ഭക്ഷണ തളികയ്ക്ക് മുന്നിൽ ഇരിക്കുമ്പോ പലർക്കും വലിയ ആർത്തി കൊണ്ട്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഭക്ഷണം ആര് തിന്നാ നോക്കുമ്പം ഒരു പൊട്ടിക്കരച്ചിൽ. ആരാണ് ഭക്ഷണത്തളികയ്ക്ക് മുന്നിലിരുന്നു കൊണ്ട് കരയുന്നതെന്ന് നോക്കിയപ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കുലുങ്ങി കുലുങ്ങി ഏങ്ങി ഏങ്ങി കരയുകയാണ്. ഭക്ഷണത്തിന്റെ കാര്യം മറന്നുകൊണ്ട് സഹാബത്ത് ചോദിച്ചു, അബ്ദുറഹ്മാൻ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അവരൊന്ന് പറഞ്ഞു, ഈ ഭക്ഷണത്തിന്റെ സൗഭാഗ്യം നമ്മൾ മുന്നിലെത്തിപ്പെട്ടപ്പോ ഇങ്ങനെ ഒരു സൗഭാഗ്യവും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി ഉറച്ചിരുന്ന് രക്തസാക്ഷിത്വം വരിച്ച ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ മുഹമ്മദ് ഞാൻ ഓർത്തുപോയി. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈറിനെ ഞാൻ ഓർത്തുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, SSFന്റെ മക്കള്, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിലെ വലിയ ഒരു സമ്പന്നന്റെ മകനാണ്. മകൻ മുഹമ്മദ് നബിയുടെ കെണിയിൽ പെട്ടുപോകുമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അകത്ത് വെച്ച് നോക്കുകയാണ് പിതാവ്. എന്നാൽ വാപ്പയും ഉമ്മയും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മുസ്അബ് ഇബ്നു ഉമൈർ പുറത്തിറങ്ങും. തൊട്ടപ്പുറത്താണ് അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ കൊച്ചു തോട്ടമുള്ളത്. അവിടെ ലക്ഷ്യമാക്കി നടക്കും. പാതിരാവിൽ അവിടെ സജീവമാകും. തൊഴിലാളികളും അടിമകളുമായ ഏതാനും ആളുകൾ അവിടെ വന്ന് ഇസ്ലാം പഠിക്കും. അത് അറിഞ്ഞുകൊണ്ടാണ് മുസ്അബ് ഇബ്നു ഉമൈർ എന്ന SSFന്റെ പ്രായത്തിലുള്ള പെണ്ണ് കെട്ടാത്ത ചെറുപ്പക്കാരനായ കുട്ടി എന്നും ഈ തോട്ടത്തെ ലക്ഷ്യമാക്കി പോകുന്നത്. പക്ഷെ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കയറുകയില്ല. തോട്ടത്തിന്റെ പിന്നാമ്പുറത്തിരുന്നു കൊണ്ട് അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുപഠിച്ച് അദ്ദേഹം മുസ്ലിമായി. അൽഹംദുലില്ലാഹ്. ഈ വിവരം തന്റെ ഉമ്മ അറിഞ്ഞു, ബാപ്പയുടെ കാതിലെത്തിച്ചു. ബാപ്പ നിഷ്ഠൂരമായി പീഡിപ്പിച്ചും മണിക്കൂറുകളോളം വയലു പറയേണ്ട സംഭവമാണ്, നമുക്ക് സമയമില്ല. ഒടുവിൽ നിങ്ങൾ അറിയണം, ഈ പിതാവ് മകനോട് ദേഷ്യത്തിലായി. മകനെ നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്അബ് ഇബ്നു ഉമൈർ നടന്നകലുമ്പോ ബാപ്പ തിരിച്ചു വിളിക്കുകയാണ്. തിരിച്ചു വിളിച്ചപ്പം ബാപ്പക്ക് മാനസാന്തരം വന്നു കാണുമെന്നായിരിക്കുമല്ലോ ഏതൊരു മക്കളും വിചാരിക്കുക. ആ നിലക്ക് മുസ്അബ് ഇബ്നു ഉമൈർ ഓടി വന്നപ്പം ബാപ്പ പറയുന്നു, എടാ, നീ മുഹമ്മദിന്റെ പാളയത്തിലേക്ക് പോകുകയാണെങ്കിൽ നീ ധരിച്ച ഉടുതുണി എന്റേതാണ്, നീ ധരിച്ച കുപ്പായം എന്റേതാണ്, അത് അയച്ചു തന്ന ശേഷമല്ലാതെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ ഇതുകൊണ്ട് വിഷയം പരിഹരിക്കെങ്കിൽ പരിഹരിക്കട്ടെ എന്ന നിലക്ക് ആദ്യമായി ഷർട്ട് ഊരിക്കൊടുക്കുന്നു. ഇനി ഉടുമുണ്ട് ഊരികാൽ എന്റെ ഔറത്ത്, എന്റെ മുന്തുവാരം വേറെ ആരെങ്കിലും കാണുമെന്ന ലജ്ജ കൊണ്ട് ആർക്കും ആവശ്യമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ കമ്പിളിയുടെ കഷ്ണം, ഒരു ടവലിന്റെ പോലും വലുപ്പമില്ലാത്ത ഒരു തുണിക്കഷ്ണം സംഘടിപ്പിച്ച് അതുകൊണ്ട് തന്റെ മുന്തുമാരം പൊത്തിപ്പിടിച്ചിട്ട് തന്റെ ഉടുമുണ്ട് കഴിച്ച് പിതാവിനെ ഏൽപ്പിച്ചിട്ട് എരിയാനായി ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ് മുസ്അബ് ഇബ്നു ഉമൈർ. റസൂലുള്ള തുണി കൊടുത്തു, കുപ്പായം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, സൽക്കരിച്ച ശേഷം വലിയ കഥയാണ്. പിന്നെ മദീനയിലേക്ക് ദീനീ പ്രബോധനത്തിന് പറഞ്ഞയച്ചു. അദ്ദേഹത്തിന്റെ ഒറ്റ ഏകാംഗ പ്രവർത്തനത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് മദീനയിൽ ഇസ്ലാം പരന്ന് പിടിക്കുകയും അതുവഴി റസൂലുള്ളാഹിക്കും സഹാബത്തിന് അവിടെ എത്താൻ സാധിക്കുകയും ചെയ്തു. എന്നാൽ ഒരു നിമിഷം പോലും അദ്ദേഹം ബദർ യുദ്ധത്തിൽ പോയി വിജയശീലാദിതനായി തിരിച്ചു വന്നു. ഉമൈർ കാണുന്നത് ഏതോ ഒരു കാബാലികനായ കാഫിർ ഓടിപ്പിടിച്ച വാള് മുത്തുനബിയുടെ മൂർധാവ് ലക്ഷ്യം വെച്ചിതാ പൊക്കുകയാണ് വെട്ടാൻ വേണ്ടി. ഇത് കണ്ട് ഓടി വന്ന മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ ആ വാളിന്റെ തലപ്പിന് താഴെ അങ്ങ് നിന്നു കൊടുത്തു. അദ്ദേഹത്തിന്റെ വാളൊന്ന് താഴ്ന്ന് പൊന്തിയപ്പോൾ ഈ കാഫിർ വിചാരിച്ചു എന്റെ വെട്ടേറ്റത് മുഹമ്മദ് നബിക്കാണെന്ന്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞുപോയി, ഇന്നി ഖതൽതു മുഹമ്മദ്
മുഹമ്മദിനെ ഞാൻ കൊന്നു എന്ന്. പക്ഷേ മരിച്ചത് മുസ്അബ് ബിൻ ഉമൈർ തങ്ങളാണ്. ആ മുസ്അബ് ബിൻ ഉമൈർ തങ്ങളെ കഫൻ ചെയ്യാനും ശീലക്കഷ്ടം തികയാത്തതിനാല് മദീനയിൽ പണ്ട് കാലത്ത് പഴയ പുൽപ്പര വെച്ച് കെട്ടിയിരുന്ന പുല്ല് അത് പറിച്ചെടുത്തുകൊണ്ട് അതുകൊണ്ട് കഫം പൊതിഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈറിനെ മറവ് ചെയ്തത്. നോക്കൂ, ഇന്നും ഉഹദ് രണഭൂമിയിലേക്ക് നിങ്ങൾ ചെന്നാൽ ആ കെട്ടിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ സെന്റർ ഭാഗത്ത് മുസ്അബ് ബിൻ ഉമൈറിന്റെ ഖബർ കാലപ്പഴക്കം മായ്ക്കാതെ കിടക്കുന്നു. ഓ ഉശിരുള്ള പ്രവർത്തകന്മാരെ, ഈ സമുദായത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച മുസ്അബ് ബിൻ ഉമൈർ ശരിയായ ശീലക്കഷ്ടം കൊണ്ട് കഫം തുണിയില്ലാതെ പുല്ലിൽ പൊതിഞ്ഞു കിടക്കുന്ന ചരിത്രം നമ്മൾ പഠിച്ച് ആവേശഭരിതരാകണം. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഭക്ഷണം കണ്ടപ്പോ ഓർത്തത് ഈ മതത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഉടുമുണ്ട് പോലും നഷ്ടപ്പെട്ടിട്ടും ഈ മതം പിടിച്ചു നിർത്തിയ മുസ്അബ് ബിൻ ഉമൈറിനെയാണെങ്കിലും ഈ സംഘാടകരായ പ്രത്യേകിച്ച് മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടവകാശമുള്ള സുന്നി പ്രവർത്തകന്മാരെ, നിങ്ങളിപ്പോൾ കാണേണ്ടത് ആരാണ്? കുഞ്ഞി ഹംസയെയും അദ്ദേഹത്തിന്റെ അനുജൻ നൂറുദ്ദീനെയുമാണ്. അത് ഈ വരുന്ന 16-ാം തീയതി പോളിംഗ് ബൂത്തിൽ നിങ്ങൾ കാണണം. അത് കണ്ടാൽ മാത്രം പോലെ നിങ്ങളെ ജനാധിപത്യാവകാശം ഈ അരുംകൊലയാളികളെ കൂട്ടുപിടിച്ച് അവർക്ക് സംരക്ഷണം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന രൂപത്തിലേക്ക് ആ സ്മരണ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതെന്റെ ദീനിന്റെ പേരിലുള്ള ഒരപേക്ഷ മാത്രമായിട്ടേ നിങ്ങൾ കണക്കാക്കാവൂ. ഇത് ഞാൻ വികാരഭരിതനായി പറയുകയല്ല. നിങ്ങൾ അറിയണം, ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തിയ കുഞ്ഞി ഹംസയും നൂറുദ്ദീനും എന്ത് തെറ്റാണ് ചെയ്തത്, എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമെന്നാണ് ചെയ്തത്, എന്ത് മനുഷ്യാവകാശ ലംഘനമാണ് ചെയ്തത്. അവരുടെ പിതാവ് മുത്തവല്ലിയായി നിലനിന്നിരുന്ന പള്ളി ഏകപക്ഷീയമായി ഗ്രൂപ്പുവൽക്കരിക്കുകയും അവിടെ നമ്മുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്തപ്പോൾ ഈ രാജ്യത്തിന്റെ നിയമമനുസരിച്ച് വഖഫ് ബോർഡിനെ ട്രൈബ്യൂണലിനെ സമീപിച്ച് ഞങ്ങളെ രാജ്യത്തെ ഗ്രൂപ്പീസം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു രേഖ സമ്പാദിച്ചത് മാത്രമല്ലേ കുഞ്ഞി ഹംസ ചെയ്തുള്ളൂ. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഖുശാപ്പ് ചെയ്തപ്പോ ആ കോപോലികര് വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി വന്നപ്പോൾ പോലും പിടികുട്ടാപ്പുള്ളിയായി നടന്നിരുന്ന പ്രതിയെ സ്റ്റേജിലിരുത്തി ആദരിച്ചില്ലേ ഇവന്മാർ? പോകട്ടെ സഹോദരന്മാരെ, തെരഞ്ഞെടുപ്പ് വരും പോകും, ജയിക്കുകയും തോൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലാവധി വരെയും അദ്ദേഹത്തിന്റെ അവകാശം എന്താണ്? ഈ മണ്ഡലത്തിലുള്ള മൊത്തം വോട്ടർമാരെ, മൊത്തം മനുഷ്യരെ ഒരേ കണ്ണുകൊണ്ട് കാണണ്ടേ? നിങ്ങളുടെ ഇവിടുത്തെ മണ്ഡലം MLA ഒരു അഡ്വക്കേറ്റ് അല്ലേ? നിയമം അറിയുന്ന ആളല്ലേ? രാജ്യത്തിന്റെ ഭരണഘടന വായിച്ചു പഠിച്ച ആളല്ലേ? ഈ ഇന്ത്യൻ ഭരണഘടനയെ കൈപ്പിടിച്ചുകൊണ്ട് ഞാൻ പക്ഷപാതമില്ലാതെ ഈ മണ്ഡലത്തിന് സേവനം ചെയ്യുമെന്ന് ഗവർണറെ മുന്നിൽ വാക്കുകൊടുത്ത് MLA ആയ ആളല്ലേ? ഈ കഴിഞ്ഞ 5 വർഷത്തിലിടക്ക് നമ്മുടെ എത്രയോ സ്ഥാപന പരിപാടികൾക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. ഏതെങ്കിലും ഒരു പരിപാടിക്ക് അദ്ദേഹം വന്നോ? നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകരോട് അദ്ദേഹം മിണ്ടിയോ? അദ്ദേഹം തിരൂരുകാരനായി എന്ന ഒറ്റ തകരാറാണ് അതിന് കാരണം. ഈ നാട്ടിലെ MLA ആയിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിൽ നമുക്കെതിരെ മുഖം തിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം മലപ്പുറത്തു നിന്നാണ് ഇതിന് ഈ തീരുമാനങ്ങളൊക്കെ വരുന്നത്. അവിടെ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം നമ്മെ ഐറ്റം കണ്ട് മാറ്റി നിർത്തുകയാണ്. പ്രാചീന ഭാരതീയര് വെളുത്തവൻ കറുത്തവന്റെ നിറം തട്ടുമെന്ന പേടി, കറുത്തവന്റെ നിഴൽ തട്ടുമെന്ന പേടി കൊണ്ട് വെളുത്തവൻ ഓടി തടിയെടുത്തിരുന്നത്രേ. അതേ ഒരു രൂപത്തിലേക്ക് ഈ 5 വർഷം ഇവിടുത്തെ പാവപ്പെട്ട സുന്നികളെ കണ്ടാൽ മുഖം തിരിച്ചില്ലേ ഈ MLA? നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വന്നോ? ഞാൻ ആ ബഹുമാന്യനായ MLAയോട് ചോദിക്കട്ടെ, അങ്ങയുടെ പരിസര പ്രദേശത്ത് അങ്ങയുടെ അധികാര പരിധിയില് 2 ചെറുപ്പക്കാരും നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോ അന്ന് നിങ്ങൾ പോയോ?
പിറ്റേന്ന് നിങ്ങൾ പോയോ? ഓ MLA അവറുകളെ, ശംസുദ്ദീൻ അവറുകളെ, നിങ്ങളെ പേര് ഇസ്ലാമിന്റെ ചന്ദ്രൻ എന്നല്ലേ, സൂര്യൻ എന്നല്ലേ? നോക്കൂ, ഇസ്ലാമിന്റെ ആചാരമല്ലേ തഅസിയത്ത് എന്നത്. നിങ്ങളൊന്ന് പോയോ? പോയില്ലെന്ന് മാത്രമല്ല, 2013 നവംബർ 20 നടന്ന സംഭവം 2016 മെയ് മാസം ഇന്നേ വരെയായിട്ട് നിങ്ങൾ ആ കുടുംബത്തിലെ വയസ്സായ ഉമ്മയെ പറ്റി ഒന്ന് ഓർത്തോ? നീ അറിയണം, ഈ MLA അറിയണം, നൂറുദ്ദീനിനെ കശാപ്പ് ശാലയിലുള്ള മാംസത്തെ കഷ്ടിക്കുന്നത് പോലെ കൊത്തിക്കറച്ചു നിന്റെ അനുയായികള്. അന്ന് നൂറുദ്ദീന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ പൂർണ്ണ ഗർഭിണിയായ നൂറുദ്ദീന്റെ ഭാര്യക്ക് തന്റെ പ്രാണന്റെ, തന്റെ ഭർത്താവിന്റെ മുഖമെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഇവിടുത്തെ പ്രവർത്തകന്മാർ എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ? ആ രൂപത്തിൽ ആ മയ്യത്തിന്റെ മുഖം നിങ്ങളെ അനുയായികൾ വികൃതമാക്കി. എന്നിട്ട് അത് നിരവധി സ്റ്റിച്ചിട്ടുകൊണ്ടാണ് ആ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയ്ക്കും വയസ്സുള്ള പിതാവിനും അവരെ മുഖമൊന്ന് കാണിച്ചു കൊടുത്ത് നിങ്ങൾ അറിയണം. ആ മാതാവിന് നിങ്ങൾ ഓർത്തോയി 2 കൊല്ലം 3 കൊല്ലം 2013 മുതൽ ഇതുവരെയുള്ള ഏതെങ്കിലും ഒരു നിമിഷം ആ പൂർണ്ണ ഗർഭിണിയായിരുന്ന ഭാര്യയെ നിങ്ങളൊന്ന് ഓർത്തോ? ഇന്ന് നൂറുദ്ദീന്റെ പിഞ്ചോമന മുട്ടുകുത്തി അതല്ല പിച്ച് വെച്ച് നടക്കുമ്പോ, ഓ MLA സാബ്, എന്റെ ഉപ്പ എവിടെയെന്ന വിധവയായ ഉമ്മയോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തെപ്പറ്റി നിങ്ങളെ കണ്ണെപ്പോഴെങ്കിലും നനഞ്ഞിട്ടുണ്ടോ? എന്തവകാശത്തിന്റെ പേരിലാണ് വീണ്ടും നിങ്ങൾ ഈ മണ്ഡലത്തിലെ ജനങ്ങളെ സമീപിക്കുന്നത്? നിങ്ങൾ മറുപടി പറയേണ്ടി വരും, അതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും മറുപടി പറയേണ്ടി വരും. ഈ മുഅ്മിനീങ്ങളെ മുന്നിൽ നിങ്ങൾ അടിയറവ് പറയേണ്ടി വരും. അത് അല്ലാഹു തൗഫീഖ് നൽകുക തന്നെ ചെയ്യും. അതിന് മഹാനായ താജുൽ ഉലമയുടെ വാക്ക് ഞാൻ കടമെടുക്കുന്നു. നിങ്ങൾ ഇങ്ങനെ തക്ബീർ ചൊല്ലി സമയം കളഞ്ഞത് കൊണ്ടായില്ല. നിങ്ങൾ ആ അവകാശം ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെയായിരിക്കണം അടിയറവ് പറയിപ്പിക്കേണ്ടത് എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. വീണ്ടും ഒരു കൊലപാതകം ഇവർ നടത്തി. സഹോദരന്മാരെ, മഞ്ചേരിയിലെ എളങ്കൂരിലാണ് ആ കൊലപാതകം നടന്നത്. കാഫിരീങ്ങൾ പണ്ട് കാലത്ത് പെൺകുട്ടികളെ കുഴിച്ചു മൂടിയ സംഭവത്തെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, ബി അയ്യി ദംബിൻ ഖുതിലത്ത്, ഏതൊരു ദോഷത്തിന്റെ പേരിലാണോ ഈ പാവത്തെ കൊല ചെയ്യപ്പെട്ടത് എന്ന്. നമ്മൾ ആ ചോദ്യം അന്നത്തെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയതിനെ പറ്റിയാണെങ്കിലും ആ ചോദ്യം ഇന്ന് ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ പറ്റി യാഥാർത്ഥ്യമല്ലേ? അബുഹാജിയെ എന്തിനാണ് കൊന്നത്? അബുഹാജിയുടെ മദ്രസ എളങ്കൂർ ഹൈദറോസ് മുത്തുക്കോയ തങ്ങൾ ദർസ് നടത്തുന്ന മഹല്ല് സംയുക്ത മഹല്ലാണ്. മദ്രസയിൽ ഈ സിലബസാണ്, കമ്മിറ്റി ഒന്നിച്ചാണ്. ഖജാൻജിയാണ് അബുഹാജി. വയസ്സ് 80 ആയിട്ടുണ്ട്. സഹോദരന്മാരെ, നാട്ടിലെ എല്ലാ മനുഷ്യരും ജാതി ചിന്തകൾക്ക് അതീതമായി ബഹുമാനിക്കുന്ന ആളാണ്. നിങ്ങൾ നോക്കണം, അവിടെ മദ്രസ റേഞ്ചിന്റെ നിർദ്ദേശപ്രകാരം ഒരു പേരൻസ് മീറ്റ് നടക്കുകയാണ്. രക്ഷാകർത്തൃ സമിതി വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. മഗ്‌രിബ് നിസ്കരിച്ച് നോക്കുമ്പോൾ മദ്രസയിൽ SKSSFന്റെ വിപ്ലവഗാനം. സ്വാഭാവികമായ അങ്ങാടിയിൽ സംസാരം ഉണ്ടായി. മദ്രസയിൽ സംസാരമുണ്ടായില്ല, അങ്ങാടിയിൽ സംസാരമുണ്ടായി. മഗ്‌രിബ് നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന അബുഹാജി അറിയുന്നത് കുട്ടികൾ കശപിശ കൂടുന്നാണ്. എന്താ മക്കളെ പ്രശ്നം? മദ്രസയിൽ രക്ഷിതാക്കളെ മീറ്റിങ്ങിന് എന്തിനായി SSFന്റെ പാട്ട് വെച്ചതാജിയാരെ എന്നായി. ഹാജിയാർ പറഞ്ഞു, അതിന് നിങ്ങൾ വർത്താനം പറയണോ? അവിടെ ഓപ്പറേറ്റർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ഓൻ വെച്ച കേസറ്റേക്കാരും. ഞാൻ അവനെ കൊണ്ട് പറയാമെന്നും പറഞ്ഞ് യാതൊരു പേടിക്കേണ്ട സാഹചര്യവുമില്ലാത്ത, ഒരു കശപിശയുമില്ലാത്ത സമയത്ത് ബഹുമാനപ്പെട്ട അബുഹാജി ഈ മദ്രസയിലേക്ക് വന്ന് ഓപ്പറേറ്ററോട് പറഞ്ഞു, എടാ എൻ്റെ അടുത്ത് ഖുർആന്റെ കേസറ്റില്ലേ, എന്തിനായി ജി കണ്ടിക്കുണ്ടാരം പാട്ടുവെക്കണമെന്ന് ചോദിച്ചു. ഇതും ചോദിച്ച ആ സാധുവായ മനുഷ്യൻ ഒതുക്കിറങ്ങിണ്ട് ഇറങ്ങുമ്പോ കഴുകിന്റെ അലക്, നേരത്തെ കരുതി വെച്ച കഴുകിന്റെ അലക് കൊണ്ട് അബുഹാജിയുടെ പെരടി അടിച്ചു പൊട്ടിച്ചു. സഹോദരന്മാരെ, 13ഓളം പാടുകൾ അയാ വയോവൃദ്ധന്റെ മേനിയിൽ ഉണ്ടായിരുന്നു. തൽക്ഷണം അദ്ദേഹം മരിച്ചു. നിങ്ങളറിയണം, ആ പ്രതികളെ സംരക്ഷിക്കുന്നതും മുസ്ലിം ലീഗാണ്. അത് മാത്രമല്ല, ഈ എളങ്കൂർ വണ്ടൂർ അസംബ്ലി മണ്ഡലത്തിലാണ്. അവിടെ SSFകാർക്ക്
ആവശ്യപ്പെട്ട ഒരു മന്ത്രി MLA ഉണ്ട്, AP അനിൽകുമാർ, കോൺഗ്രസ്സുകാരനായ അനിൽകുമാർ. നിങ്ങൾ നോക്കൂ, അനിൽകുമാർ ക്ഷണിക്കുകയും ക്ഷണിക്കാത്തതുമായ സകല കല്യാണങ്ങളിലും സകല മരണ വീടുകളിലും കയറിയിറങ്ങുന്ന അനിൽകുമാർ എന്ന മിനിസ്റ്ററില് എന്റെ പ്രിയപ്പെട്ട ഒരു മഹല്ലത്തിലെക്കാരനവര് ഈ രൂപത്തിൽ അബൂജഹലിനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ കൊലപ ചെയ്തിട്ട് ആ വീട്ടിലേക്ക് ഇന്ന് വരെ AP അനിൽകുമാർ എന്ന കോൺഗ്രസ് മന്ത്രി ഒന്ന് കയറി നോക്കിയിട്ടില്ല. SSFന്റെ മക്കളെ, നിങ്ങൾക്ക് സാഹിത്യോത്സവം ഉദ്ഘാടനത്തിന് ഈ മന്ത്രി തന്നെ വേണം. ഞാനതിനെ എതിർക്കുന്നില്ല. ഈ മന്ത്രിയുടെ കപടമുഖം നിങ്ങൾ അറിയണം. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന്റെ കാപ്പറ്റും നിങ്ങൾ തിരിച്ചറിയണം. അബുഹാജി എന്ന ഒരു വയോവൃദ്ധൻ മരിച്ചിട്ട് അറിയണം നിങ്ങൾ, ഈ അബുഹാജിയുടെ മക്കൾ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. എന്നിട്ട് പോലും ഈ മന്ത്രി ലീഗിനെ ഭയന്നുകൊണ്ട് ഇന്ന് വരെ ആ വീട്ടിലൊന്ന് കയറിയില്ല, ഒരനുശോചനം അറിയിച്ചില്ല. മർക്കസിന്റെ സമ്മേളനം സമാപിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് 5:05 വന്നിട്ട് നമ്മളെ തക്ബീർ ചൊല്ലിപ്പിക്കുന്ന ഒരു ആര്യാടൻ മന്ത്രിയില്ലേ, ആ ആര്യാടൻ ആ വൈക്കൊന്ന് പോയി നോക്കിയില്ല. പോകട്ടെ, മലപ്പുറം DCC പ്രസിഡന്റില്ലേ മുഹമ്മദ് കുഞ്ഞി, അയാളെ വീട് അബുഹാജിയുടെ തൊട്ടടുത്താണ്. ആ മുഹമ്മദ് കുഞ്ഞി ആ വൈക്കൊന്ന് കയറി നോക്കിയില്ല. മലപ്പുറത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കാബോലികരായ ക്രിമിനൽ കൂടാരങ്ങൾക്ക് അടിമപ്പണി ചെയ്യുന്ന പാർട്ടിയായി അതപ്പതിച്ചിട്ടുണ്ട്. അതിന്റെ ഒടുവിലത്തെ തെളിവ് കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന നേതാക്കന്മാർക്ക് ഞങ്ങൾ മഞ്ചേരിയിൽ ഒരു സ്വീകരണം ഒരുക്കി. ആ സ്വീകരണത്തിൽ ഇവിടുത്തെ ലീഗുകാരൻ പ്രസംഗിച്ചിട്ട് നമുക്കെന്ത് കിട്ടാനാ? എന്നാലും നമ്മൾ മലപ്പുറത്തിന്റെ പൗരസ്വീകരണം എന്ന നിലക്ക് മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ പോയി ക്ഷണിച്ചു അദ്ദേഹത്തെ. നിങ്ങൾ എന്തായാലും വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തായാലും വന്നിരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ മുഹമ്മദ് കുഞ്ഞിയുടെ ഓഫീസിൽ പോയി കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ ആസ്ഥാനത്ത് പോയി ക്ഷണിച്ചു. അയാൾ വരുമെന്ന് പറഞ്ഞു. BJPയുടെ ദേശീയ സമിതി അംഗത്തെ അടക്കം CPIM-ന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അടക്കം ഞങ്ങൾ പോയി കണ്ട് ക്ഷണിച്ചില്ല. ടെലഫോണിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങളറിയണം DCC പ്രസിഡന്റ് ആ വൈക്ക് വന്നു നോക്കിയില്ല, ലീഗിന്റെ സെക്രട്ടറി ആ വൈക്ക് വന്നില്ല, വരാത്ത കാരണം അറിയിച്ചില്ല, പകരക്കാരെ അയച്ചതുമില്ല. അതേ സമയത്ത് നമ്മൾ ടെലഫോണിൽ ക്ഷണിച്ചവരൊക്കെ വന്നു ആശംസിച്ചു പോയി എങ്കിൽ ഇവരെയൊക്കെ മനസ്സെന്താണ്, എവിടെയാണുള്ളത്? നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റാണോ നമ്മൾ ചെയ്തത്? മഹാന്മാരായ സഹാബത്ത് ഇവിടെ കാണിച്ചു തന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതാണ് ദീന്. അതനുസരിച്ച് ഞങ്ങൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയുമുള്ളൂ. ആ ആളുകൾ ഒരാളെയും എതിരാളികളാവുകയില്ല, ഒരാളെയും ആക്രമിക്കുകയുമില്ല. 7 ചുണക്കുട്ടന്മാരെ ഇവർ വകവരുത്തിയിട്ട് പകരത്തിന് പകരം നമ്മൾ ഇന്ന് വരെ ഒരാളെ ഉന്തി തള്ളിയിടുക പോലും ചെയ്തില്ല. എന്താ നേരത്തെ KP ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെ വീരത്വം കൊണ്ടാണോ? അത് അല്ല സഹോദരന്മാരെ. ഞങ്ങളെ 7 പേരെ കൊന്നു തള്ളുമ്പോൾ ഒരാളൊക്കെ ഒന്ന് വേദനിപ്പിക്കാനുള്ള ശക്തിയൊക്കെ ഞങ്ങൾക്ക് ഈ കേരളത്തിലില്ലേ? അതിന് ഈ സദസ്സ് തെളിവല്ലേ? പക്ഷേ ഞങ്ങളാരും അതിന് തയ്യാറായില്ല. ഞങ്ങളെ നേതാവിനെ നിങ്ങൾ അറിയണം. ഈ 7 കൊലപാതകം നടന്ന സ്പോട്ടിലും സമയത്തോടിയെത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെ, സങ്കടത്തോടു കൂടെ നിൽക്കുന്ന ജനങ്ങളെ സമാധാനിപ്പിച്ച് അദ്ദേഹം പറഞ്ഞയക്കുകയുണ്ടായി. നിങ്ങൾക്കറിയണം, ഏറ്റവും ഒടുവിൽ മഞ്ചേരി കൂട്ടാവ് എന്നൊരു മഹല്ലില് ഞങ്ങളെ 21 പ്രവർത്തകന്മാരെ നിഷ്ഠൂരമായി പരിക്കേൽപ്പിച്ച് തല പൊട്ടിക്കുകയും കാലുമുറിക്കുകയും കൈയൊടിക്കുകയും ചെയ്ത സംഭവമുണ്ടായി. ഉമ്മൻചാണ്ടിയുടെ പോലീസ് ആ ആളുകൾക്കെതിരെ ഒരു കേസ് പോലും, ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തില്ല എന്നും കൂടെ നിങ്ങൾ അറിയണം. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് AP ഉസ്താദ് ഇവരെ സന്ദർശിച്ചുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും കയറി ഇറങ്ങാൻ എനിക്ക് സാധ്യമല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞപ്പോ ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്ത്
ചെയ്ത് മുറിവണങ്ങാതെ വീട്ടിൽ വിശ്രമിക്കുന്ന ഈ 21 ആളുകളെയും കൂട്ടാബ് ജുമാഅത്ത് പള്ളിയിലേക്ക് വരുത്തി അസ്ർ നിസ്കരിക്കാൻ AP ഉസ്താദ് അവിടെ വന്നു. നിസ്കരിച്ച് ദുആർന്ന ശേഷം ഈ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളെ സമീപിച്ചുകൊണ്ട് ഉസ്താദ് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ പരിക്ക് പറ്റിയല്ലേ? നാളാഖിറത്തില് ഇതിനൊക്കെ നിങ്ങൾക്ക് 100 ഇരട്ടി പ്രതിഫലം കിട്ടാൻ കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ കൂലി കിട്ടാൻ എനിക്കൊരു വാക്ക് തരണം. എന്താണ് ആ വാക്ക്? നിങ്ങൾക്ക് കൂലി കിട്ടുന്ന നിങ്ങളെ വെറുതെ ആക്രമിച്ചത് കൊണ്ടല്ലേ. ആ കൂലി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു വാക്ക് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. അതെന്ത്? നിങ്ങളെ ആക്രമിച്ചവർക്കെതിരെ നിങ്ങളെ മനസ്സിൽ പകയുണ്ടാകരുത്. ഞങ്ങളെ പരിക്കൊന്നങ്ങ് മാറട്ടെ, രോഗമൊന്ന് ശിഫയാകട്ടെ, ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന വികാരം ഈ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂലി കിട്ടുകയില്ലട്ടോ മുഅ്മിനീങ്ങളെ. മറിച്ച് രാഷ്ട്രീയത്തിമിരം കൊണ്ട് ഈ അക്രമം നടത്തിയവർക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. മഹാനായ കുണ്ടൂർ ഉസ്താദ് 27 രാവിനാണല്ലോ കുട്ടിയെ കൊന്നത്. പിറ്റേന്ന് നോമ്പ് 27 അന്ന് നോമ്പ് തുറന്ന് മയ്യത്ത് മറവ് ചെയ്യാൻ ഏകദേശം ഒരു വൈകുന്നേരമായി. അതുകൊണ്ട് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ കുണ്ടൂര് അങ്ങാടിയിലും യതീംഖാനയിലും തടിച്ചുകൂടിയപ്പോ അവരിലേക്ക് ഇതാ കാരക്കന്റെ പ്ലേറ്റുമായി കുണ്ടൂർ ഉസ്താദ് ഇറങ്ങി വരുന്നു. എന്നിട്ട് എന്താണ് പറഞ്ഞെന്നറിയോ? നിങ്ങളിങ്ങനെ ബേജാറിലായി കണ്ണീരിലായി നിൽക്കാതെ നിന്റെ കുഞ്ഞുവിന് വേണ്ടി നിങ്ങളൊന്ന് ദ്വാരം നിൽക്കണം. എല്ലാരും നോൻപ് തുറന്ന് നിന്റെ വകയാണ് എന്ന് പറഞ്ഞ് കുഞ്ഞുവിന് വേണ്ടി കാരക്ക ജനങ്ങളുടെ ഇടയിൽ നടന്ന് വിതരണം ചെയ്ത ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ്, അവിടുത്തെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. പിറ്റേന്ന് എന്താണ് കുണ്ടൂർ ഉസ്താദ് ചെയ്തെങ്കിൽ അറിയണോ? ഈ കാബാലികനായ പിതാവും മകനും പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ. ആ സമയത്ത് ഇവരുടെ ഉത്തരവാദപ്പെട്ട ഒരു കുടുംബക്കാരന്റെ വീട്ടിക്ക് കയറി ചെന്നുകൊണ്ട് കുണ്ടൂർ ഉസ്താദ് പറയണു, എന്റെ കുട്ടിനെ അവർ കൊന്നു, എനിക്കതിന് യാതൊരു വെറുപ്പില്ല, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കണം, അതുകൊണ്ട് അവരോട് നിങ്ങൾ തൗബ ചെയ്യാൻ വേണ്ടി പറയണം. എന്റെ കുട്ടിനെ എന്തിനാ കൊന്നത്? അവൻ ദീനിന്റെ പ്രവർത്തകനായെന്നതിന്റെ പേരിലല്ലേ. അതുകൊണ്ട് ആ പക, ദീനിനോടുള്ള പക ഓലെ മനസ്സൊന്ന് ഒഴിവാകാം. നിങ്ങൾ ഉപദേശിക്കണമെന്ന് സ്വന്തം കുടുംബക്കാരന്റെ വീട്ടിൽ പോയി ഉപദേശിച്ച ഒരു നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഭീരുത്വം കൊണ്ടല്ല, പക്ഷേ ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് തടസ്സം വരാൻ പാടില്ല, ഇവിടുത്തെ ക്രമസമാധാനം തകരാൻ പാടില്ല. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, എല്ലാ വിഷയത്തിലും നമ്മൾ ഈ സൈലന്റ് നിലപാട് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകന്മാരെ കൊല്ലുകയും വേദനിപ്പിക്കുകയും ശൈഥില്യമുണ്ടാക്കുകയും ചെയ്ത വിഭാഗം, ആ വിഭാഗത്തിനെതിരെ നമ്മുടെ ഒരു വികാരം അതായിരിക്കട്ടെ വോട്ടവകാശം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യം, ഞാൻ എന്റെ പ്രസംഗത്തിൽ എന്റെ പ്രായത്തിന്റെ കാരണം എന്റെ വികാരം കൊണ്ട് ഒരുപക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് അധികപ്പറ്റായി എന്നാർക്കെങ്കിലും തോന്നിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരോടും സമാധാനത്തോടുകൂടെ ജീവിക്കണമെന്ന നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നയം ഞാൻ ഒരിക്കലൂടെ അറിയിക്കുകയാണ്. അതിനോടൊപ്പം അള്ളാഹുവിന്റെ ദീന് നമ്മൾ മൃഗപ്പിടിക്കണം, അള്ളാഹുവിന്റെ ദീന് നമ്മൾ ഉറപ്പിച്ചു നിർത്തണം. എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. നമുക്ക് കഴിയാവുന്ന സമയവും നമുക്ക് കിട്ടുന്ന അവസരങ്ങളും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ മതം, ആ മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് സ്വർഗമുള്ളത്. ആ സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട AP ഉസ്താദ്, 2 വാക്ക് ഉസ്താദിനെ പറ്റി പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്താം. ഈ കാബാലികന്മാര് ആരോടുള്ള ദേഷ്യം കൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നതെന്നറിയോ? ബഹുമാനപ്പെട്ട ഖമറുൽ-ഉലമയോടുള്ള വിരോധം കൊണ്ട്. ഖമറുൽ-ഉലമയ്ക്കുള്ള വിരോധം, ഇവർ ഖമറുൽ-ഉലമയോട് വിരോധമുണ്ടാകാൻ കാരണം ഖമറുൽ
ഖമറുൽ ഉലമ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ മഞ്ചേരി ജുമുഅത്ത് പള്ളിയിൽ ജുമുഅക്ക് ചെന്നപ്പോ ഉസ്താദിന്റെ റൂമിൽ ഞാൻ ചെന്ന സമയത്ത് അവിടെ ഉണ്ട് AP ഉസ്താദിന്റെ ഒരു അറബിക് കിതാബ്. ആ അറബിക് കിതാബിൽ ഉസ്താദ് ഷാർ മുബാറക്കിനെ പറ്റി എഴുതിയ കിതാബാണ്. അതിൽ ഉസ്താദിന്റെ പ്രായം കുറിച്ച് വെച്ചിട്ടുണ്ട്. കൂട്ടി നോക്കുമ്പോൾ 78 വയസ്സാണ്. ഉസ്താദിന് അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നമ്മോട് ബാക്കിയുള്ള സമയം പ്രസംഗിക്കുന്നതിന് വേണ്ടി ഈ സദസ്സിലേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഈ കാലയളവിന്റെ ഇടയിൽ നോക്കൂ, കാരന്തൂര് സുന്നി മർക്കസ 28,000-ഓളം കുട്ടികളെ അവിടെ ഉസ്താദ് പഠിപ്പിക്കുന്നു. ഉമ്മമാരെ ചൂടേറ്റ് കഴിയുന്ന 3000 കുട്ടികളെ വീട്ടിൽ വെച്ച് പോറ്റുന്നു. ഗുജറാത്തിൽ 5 സ്ഥാപനങ്ങൾ നടത്തുന്നു. കശ്മീരിൽ 450-ഓളം മഹല്ലുകൾ പള്ളിയും മദ്രസയും നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നു. 1000-കണക്കിന് മഹല്ലുകൾ കിണർ കുത്തി കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കാശ്മീരിൽ നിങ്ങൾ നോക്കൂ, 15-ഓളം സ്ഥാപനങ്ങൾ അദ്ദേഹം നടത്തുന്നു. അവിടെയുള്ള കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു. പശ്ചിമ ബംഗാളിൽ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി സ്ഥാപനങ്ങൾ നടത്തുന്നു. ഇങ്ങനെ രാജ്യവ്യാപകമായി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വിരോധികൾ ദീനീ വിരോധികളാണ്. ആ ദീനീ വിരോധമാണ് കൊലപാതകം കൊണ്ട് ഇവർ നടത്തുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.